തോമസ് എന്ന വ്യക്തിയുടെ കൂടെയും അദ്ദേഹം ഒരുപാട് സമയം ചെലവാക്കുകയും ആ ഗുർജിഫിന്റെ എനിയഗ്രാം എന്ന വിഷയത്തിന് വളരെ താല്പര്യപൂർവ്വം മനസ്സിലാക്കുകയും അതിൻ്റെ എല്ലാ ഉൾവഴികളും പഠിക്കുകയും ചെയ്തിട്ടുള്ള അജിത് കുമാർ ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള വഴികളാണ്. അത് കേൾക്കാൻ എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. The floor is yours, Ajit Kumar. Welcome. Please take the mic. Thank you. Thank you, Paul sir. എല്ലാവർക്കും നമസ്കാരം. വളരെ മനോഹരമായി തന്നെ പോൾ സാറും സൈജു സാറും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ആദ്യമായിട്ട് നന്ദി പറയുന്നു രണ്ടുപേരോടും. പിന്നെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ വളരെ ഒരു മോഡലിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് പോൾ സാർ. പ്രത്യേകിച്ചും ടിഎ പഠനത്തിലൊക്കെ കാരണം ഒരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ അല്ലേ തന്നെ പേഴ്സണലി തന്നെ വളരെ വലിയൊരു സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് സാറ്. സൈജു സാറ് പോൾ സാറൊക്കെ വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള ആൾക്കാരാണ്. നമ്മുടെ ടിഎ റോളിൻ സാറിന്റെ കൂടെ ടിഎ ചെയ്യാൻ തുടങ്ങിയ കാലം മുതലുള്ള ഒരു ബന്ധമാണ്. വളരെ സന്തോഷമാണ് സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. എനിഗ്രാം കൂടുതൽ ടൈം ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ആദ്യമേ ഉറവിന് നന്ദി പറയുകയാണ്. പിന്നെ ഇത്തരത്തിലൊരു അവസരം നൽകിയതിന്. എനിഗ്രാം ഒരു ക്ലാസ് എടുക്കണം എന്ന് മുമ്പ് വിചാരിച്ചിരുന്നു. പിന്നെ സമയത്തിന്റെ പല പല പ്രശ്നങ്ങൾ കാരണം ഇത് കുറച്ച് ഡിലേ ആയിപ്പോയി. എങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ. ഞാൻ ഓഡിബിൾ അല്ലേ സർ? ഓഡിബിൾ ആണ്. മറ്റുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണം. സ്പോട്ട്ലൈറ്റ് ചെയ്തേക്കോ സർ. സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? സാറിന് എനിഗ്രാം ക്ലാസ്സുകളിൽ ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇത്. നമുക്ക് ഇത്ര ഒരു ഡീറ്റെയിൽ ആയിട്ട് സമയപരിമിതി ഉണ്ട്. അപ്പോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ട് ഈ ഒരു പേജിന്റെ എല്ലാവർക്കും എടുക്കാമെങ്കിൽ അത് പിന്നീടാണെങ്കിലും എനിഗ്രാം എന്തിനു പഠിക്കുന്നു, എങ്ങനെ പഠിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഒരു അടിസ്ഥാനം അതിലേക്കുള്ള ഒരു ചൂണ്ടുവലക പോലാണ് ഇത് ഈ ചോദ്യങ്ങൾ. ആക്ച്വലി നമ്മള് ഈ ഒരു സെഷൻ കഴിഞ്ഞാലും ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ ഇതിലെ അവസാനത്തെ ചോദ്യമായ അവസാനത്തെ അല്ല, വാട്ട് ദിസ് പിക്ചർ ഓൺ എനിഗ്രാം മീൻ ടു യു. എനിക്കറിയാം ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ഇവിടെ ഉള്ളവർ എനിഗ്രാം എന്താണ്, അപ്പോ എനിഗ്രാം ചിത്രം, ഈ ഒരു ചിത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് എന്നൊരു ചാറ്റ് ബോക്സ് ഉപയോഗിച്ചിട്ട് എന്താണ് എനിഗ്രാം പഠിച്ചവരായാലും പഠിക്കാത്തവരായാലും പെട്ടെന്ന് എന്താണ് മനസ്സിൽ വരുന്നത്, ആ ചിത്രം എന്നുള്ള ഒരു വാക്കിലൊന്ന് ചാറ്റ് ബോക്സിലൊന്ന് എനിക്ക് ഈ ചിത്രം കാണുമ്പോൾ, ഈ വലതുവശത്തുള്ള എനിഗ്രാമിന്റെ ഒരു ചിത്രം കാണുമ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ, താങ്ക് യു. വൺ ഹാസ് മൂവ് ടുവേർഡ്സ് അനദർ നമ്പർ. താങ്ക് യു. സ്റ്റാർ ഷോ കൊള്ളാണ്, ഇൻട്രസ്റ്റിംഗ്. സ്റ്റാർ ഇതിലുണ്ട്. യെസ്, എന്ത് വരുന്നു എന്നുള്ളത് നമുക്ക് ആ 9 പേഴ്സണാലിറ്റി ടൈപ്പ്. ഓക്കെ, 9 നമ്പറുകളുണ്ട്, 9 ടൈപ്പുകളുമായിട്ട് ബന്ധപ്പെടുത്തി. ഫ്യൂ ആർ കണക്റ്റഡ്. ഓക്കെ, സം ഓഫ് ദം ആർ കണക്റ്റഡ്. ഓക്കെ, താങ്ക് യു. എനിക്ക് കുറച്ച് ഉത്തരങ്ങൾ കിട്ടി. നമ്മള് ഇപ്പൊ ഞാനൊരു റെറ്ററിക്കാണ്. ഈ ചോദ്യം ഉത്തരം തരേണ്ടതില്ല.
ആർ യു സീക്കിംഗ് ആൻസേഴ്സ് ഓർ ക്വസ്റ്റ്യൻസ് വിത്ത് എനിയഗ്രാം? നമ്മൾ എനിയഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പഠനത്തിന് എന്തെങ്കിലും താല്പര്യമുള്ളവരായിരിക്കും നമുക്ക് ഇവിടെ. കോമ്പസ്, താങ്ക് യു സർ, മോഹൻദാസ് സർ. അപ്പൊ നിങ്ങൾ ചോദ്യങ്ങളെയാണോ മുന്നിൽ കാണുന്നത്, അതോ ഉത്തരങ്ങളെയാണോ? എനിയഗ്രാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം തരുമെന്നാണോ വിചാരിക്കുന്നത്, അതോ കുറെ കൂടുതൽ ചോദ്യങ്ങൾ തരുമെന്നാണോ വിചാരിക്കുന്നത്? ഇത് നിങ്ങൾക്ക് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സ്വയം നിങ്ങൾക്ക് ഉത്തരം നൽകാവുന്നതാണ്. അത് ഷെയർ ചെയ്യണമെന്നില്ല. ആർ യു സീക്കിംഗ് ആൻസേഴ്സ് ഓർ ക്വസ്റ്റ്യൻസ് വിത്ത് എനിയഗ്രാം? ഈ എനിയഗ്രാം എന്താണെന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണ്. ഇതേ ചോദ്യം ഈ സെഷൻ കഴിയുമ്പോഴും നിങ്ങളുടെ എനിയഗ്രാം വഴികളിൽ, എനിയഗ്രാം യാത്രയിൽ പലപ്പോഴും ഈ ചോദ്യങ്ങൾ എന്താ പറയണ്ടേ, ആർ യു സീക്കിംഗ് ക്വസ്റ്റ്യൻസ് ഓർ ആൻസേഴ്സ് എന്നുള്ളത് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ആദ്യമേ ഞാൻ ചോദ്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ ഒരു ചോദ്യം കഴിവതും സാധ്യമാണെങ്കിൽ, പോസിബിൾ ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് 1-2 പേർക്ക് പറയാവുന്നതാണ്. അതായത് നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഹൗ വുഡ് ഇറ്റ് ബി വെൻ വി സഡൻലി ബിക്കം അവെയർ ദാറ്റ് വി ഡിഡ് നോട്ട് റിയലി നോ ദ പീപ്പിൾ വി തോട്ട് വി ന്യൂ? ഓക്കെ, നമ്മളെ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും, നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഈ 2 ചെവിക്കിടയിൽ കഴുത്തിന് മേളില ഇതിനകത്ത് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവരെല്ലാം നമ്മുടെ പെർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ധാരണകളിലാണ് ഇവരെല്ലാം നിലനിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ഒരു ധാരണയുണ്ട്. എനിക്ക് പോൾ പടയാട്ടി സാറിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്റെ ധാരണയാണ് പോൾ പടയാട്ടി സാർ, അല്ലെങ്കിൽ എന്റെ തലയിൽ ജോസഫ് സാർ എന്നൊരു ധാരണയുണ്ട്, അതാണ് ജോസഫ് സാർ. ഇങ്ങനെ നമ്മുടെ തലയിലെല്ലാം ഇങ്ങനെ ഇത്രയും ആൾക്കാർ വസിക്കുന്നു, ഇത്രയും നമ്മുടെ തലയ്ക്കുള്ളിൽ തന്നെ ഒരു പ്രപഞ്ചമുണ്ടെന്നിരിക്കെ, നമ്മുടെ തലയിൽ കോഡ് ചെയ്ത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വ്യക്തി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫീലിംഗ്? ഞാൻ ചിന്തയല്ല ചോദിച്ച്, പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്യുകയാണ്. അൺമ്യൂട്ട് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നിങ്ങളുടെ ഫീലിംഗ് എനിക്ക് കുറച്ചുകൂടെ സെൻസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ തലയിൽ കോഡ് ചെയ്ത ഇന്ന ഒരു വ്യക്തി ഇന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി, നമ്മുടെ കോഡിങ്ങിന് വ്യത്യസ്തമായിട്ട് അവരിൽ നിന്നൊരു പ്രതികരണം നമ്മളോട് തന്നെ ആവണമെന്നില്ല, നമ്മൾ കാണുകയാണ്. പ്രതികരണം അല്പം മോശമാണെങ്കിൽ അയ്യോ നമുക്കത് വല്ലാണ്ട് ഫീൽ ചെയ്യും. നമ്മൾ വിചാരിച്ചതിനേലും കൂടുതൽ നന്നായി വിചാരിക്കുകയാണെങ്കിൽ അയ്യോ ഇങ്ങനെയല്ലല്ലോ ഇയാളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. താങ്ക് യു സെലീന മാം. 1-2 പേർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ. അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ആളുകൾ അടുത്ത് കാണുന്നത്. ആംഗ്രി ദേഷ്യം ഉണ്ടാവാം, സർപ്രൈസ് ഉണ്ടാവാം. ഫാദർ മാത്യു പറഞ്ഞ ക്ലിയർ ആയില്ലായിരുന്നു, ഒന്നുകൂടെ പറയുമോ? So you'll be surprised to see why they behave like that, and we'll be angry. Surprise, okay. Okay. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. ജസ്റ്റ് പേരൂടെ പറയാം, എനിക്ക് പെട്ടെന്ന് ആളെ കൂടെ മനസ്സിലാക്കാൻ പറ്റിയാൽ ആരാണ് പറയുന്നത് എനിക്ക് ഇതിന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. പോൾ സാർ ഞാൻ പറഞ്ഞായിരുന്നു, എന്താണ് പറഞ്ഞത് സാർ? പെട്ടെന്നൊരു ഭയം തോന്നും, ഓ ഇതാരടാന്ന്. ഭയം. ഓക്കെ, താങ്ക് യു. പലപ്പോഴും ആൾക്കാർക്ക് നമുക്ക് ഇത് ശരിക്കും ഒരു വളരെ മനോഹരമായ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ചിന്തയാണ് പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. എന്ത് ഫീലിംഗ് ആണ്? നിങ്ങളെല്ലാം പറഞ്ഞ ഓരോരോ ഫീലിംഗ് ആണ്. ഈ ഫീലിങ്ങിനെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഓരോ ഫീലിംഗും നമ്മൾ ഇന്ന് മനസ്സിൽ വെച്ചേക്കണം. എന്ത് ഫീലിംഗ് ആണ് ഉണ്ടായെന്നുള്ളത് പറഞ്ഞില്ലെങ്കിൽ പോലും എഴുതാൻ ഡിപ്പെൻസ് ഓൺ ദ ആറ്റിറ്റ്യൂഡ്. മായ മാം, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് മാത്രം പറയുക. ആറ്റിറ്റ്യൂഡ്, ആരുടെ ആറ്റിറ്റ്യൂഡ്? അത് വളരെ പെട്ടെന്ന് കെട്ടിന്ന് വരുന്ന ഒരു ഉത്തരം. എന്തായിരിക്കാം പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരം? നോട്ട് ചിന്തയല്ല, വികാരം. നിരാശയുണ്ടാവും. താങ്ക് യു. ഓക്കെ, നിരാശയുണ്ടാവും. അതും ഒരു വൈകാരികമായിട്ടുള്ള സംഭവമാണ്. താങ്ക് യു സോ മച്ച്. ഇതേ ചോദ്യം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് ചിലപ്പോ അത്രയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവില്ല. ഞാൻ എന്നെക്കുറിച്ചും ഇതുപോലൊരു ധാരണ വെച്ചിട്ടുണ്ട്.
നിങ്ങൾ ഓരോരുത്തരും അവനവനെ കുറിച്ചൊരു ധാരണ അല്ലെ, അങ്ങനെ ഒരു ധാരണയെ നമ്മൾ തകലേ വെച്ചിട്ടുണ്ട്. അപ്പൊ അജിത് കുമാർ എന്ന് പറയുന്ന ആള് ഒരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നതും എന്റെ തലയിൽ തന്നെ. അങ്ങനെ ഇരിക്കെ ഞാൻ എന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ഞാൻ പെരുമാറുമ്പോൾ അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഐ മീൻ മൈൻഡ് സെറ്റ്. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ അത്തരത്തിൽ ഒരു സാഹചര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇത് ഞാൻ തന്നെയാണോ? ചിലപ്പോ പിച്ചിയൊക്കെ നോക്കത്തില്ല നമ്മള്, സ്വപ്നത്തിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുന്ന പോലെ ഇത് ഞാൻ തന്നെയാണോ ഇങ്ങനെ പെരുമാറുന്നത് അന്നേരം തോന്നില്ല. ഒന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഈ സംഭവം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും നമുക്കറിയാത്ത ഒരു നമ്മള് പെട്ടെന്ന് പുറത്തു വരും. അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത് എപ്പോഴും ഉണ്ടാകണമെന്നില്ല, ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള സംഭവം ആവണമെന്നില്ല. ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്നേരം പെട്ടെന്ന് എന്താ ഇത് കഴിഞ്ഞ് റിഫ്ലക്ട് ചെയ്തപ്പോ എന്താ തോന്നിയത്? അപ്പൊ അങ്ങനെ അത്ഭുതം തോന്നിയപ്പോഴോ? അല്ല, ഈ അത്ഭുതമാണ് തോന്നിയത് അല്ലേ? ഓക്കെ. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ അത്ഭുതം തോന്നി അല്ലേ? ഇത് ഞാൻ തന്നെയോ എന്നൊരു അത്ഭുതം അല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? അതെ. താങ്ക് യു സോ മച്ച്. അപ്പോ ഇത് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന ഒരു സംഭവം, അണ്ടർസ്റ്റാൻഡിങ് ദ സെൽഫ് ആൻഡ് അതേഴ്സ്. ഇത് രണ്ടാണോ ഒന്നാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. ഞാൻ എന്നെ കുറിച്ച് അറിയുന്നതും ഞാൻ മറ്റുള്ളവരെ കുറിച്ച് അറിയുന്നത്, ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് രണ്ടും രണ്ടാണോ, അതോ ഇത് രണ്ടും ഒന്നാണോ, അതോ ഇത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണോ? രണ്ടാണ്. രണ്ടും രണ്ടാണ്. ഓക്കെ. entirely different. I mean, okay, of course, entirely different. Thank you. ഇതെല്ലാം ഈ ചോദ്യങ്ങളാണ്. ഇതിനൊന്നും ശരിയായ ഉത്തരങ്ങളൊന്നോ ഒന്നുമില്ല. നമ്മൾ പറയുന്ന ഉത്തരമാണ് ഇതിന്റെ ഉത്തരം. അതിലൊരു എന്താ പറയണ്ട, ഒരു മടിയും വിചാരിക്കേണ്ട. അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെ ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. അപ്പോ നമുക്ക് എനിയാഗ്രാമിനെ ഞാൻ കാണുന്ന ഒരു രീതിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രം എന്നല്ല, മറിച്ച് അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ ആ കാഴ്ചപ്പാട് ശരിയാവാം, തെറ്റാകാം, നല്ലതാവാം, ചീത്തയാവാം. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സെഷന് എനിയാഗ്രാം വഴികൾ നിട്ടത്. കാരണം ഞാൻ പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എത്രയും ആൾക്കാർ എനിയാഗ്രാം എന്നൊരു സംഭവത്തെ തേടുന്നു, അത്രയും എനിയാഗ്രാമുകൾ ഉണ്ടെന്നാണ്. അത്രയും പേരുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിയാഗ്രാം ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. രജനീകാന്ത് പറയുന്ന പോലെ ഏം വഴി തനി വഴി, ഈ തനി വഴിയാണ് എനിയാഗ്രാം. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ച ആ ഒരു പിക്ചർ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിൽ എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു റിഫ്ലക്ഷൻ എന്താണ്, ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്കോ എന്താണെന്ന് ഉള്ള ഒരു റിഫ്ലക്ഷൻ, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ അങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ, പലർക്കും പല രീതിയിലായിരിക്കും അതിനെക്കുറിച്ചൊരു ധാരണ, അല്ലെ അതിനെക്കുറിച്ചുള്ള ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുക. അപ്പോ നമുക്ക് എപ്പോഴും നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ ഓരോരുത്തർക്കും വി വോണ്ട് ടു ഹാവ് എൻ എക്സ്റേ വിഷൻ ഓഫ് ഹൗ അതേഴ്സ് ആർ. മറ്റുള്ളവരെ നമുക്കൊരു എക്സ്റേ പോലെ നമ്മൾ മറ്റുള്ളവരെ കാണാൻ ആഗ്രഹിക്കുന്നു. തെറ്റിദ്ധരിക്കരുത്, ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് തന്നെ. പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണ്, മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ ഭയങ്കര താല്പര്യം. നമ്മൾ ഏത് വ്യക്തികളെ ആയാലും ഏത് സാഹചര്യങ്ങളിലായാലും നമുക്ക് അതിന്റെ ഉൾക്കാമ്പിലേക്ക് കടന്ന് അവിടെ എന്താണ് ശരിക്കും സത്യമെന്ന് അറിയാൻ നമുക്കൊരു വല്ലാത്തൊരു ഒരു ആഗ്രഹമുണ്ട്. ബട്ട് ഡോണ്ട് വാണ്ട് ടു ഷോ വാട്ട് വി റിയലി ആർ. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളെ മാസ്ക് ചെയ്യണം. നമ്മളെ വേറൊരാൾ നമ്മുടെ എക്സ്റേ ഫിലിം കണ്ട് നമ്മുടെ ഉള്ളിൽ കാണുന്നത് നമുക്ക് അത്ര ഒരു രസകരമല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. വെരി മച്ച്. നമുക്ക് മറ്റുള്ളവരെ കാണണമെന്നുണ്ട്, നമ്മളെ കാണുന്നത് കൊണ്ട് വിരോധമില്ല. നമ്മളെ പൂർണ്ണമായിട്ടും എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ when we get stripped completely, നമുക്കൊരു രഹസ്യമില്ലാത്ത രീതിയിൽ നമ്മളെ പൂർണ്ണമായിട്ടും അത് തന്നെ ഉദ്ദേശിച്ചത്. പൂർണ്ണമായിട്ട് ഒരാൾ മനസ്സിലാക്കിയ വേറൊരാൾ, അത് എത്ര അടുപ്പമുള്ളവരായിക്കോട്ടെ, അങ്ങനെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ലെന്നാണ് ഉദ്ദേശം അല്ലേ? ഒട്ടും ബുദ്ധിമുട്ടില്ല. വെരി ഗുഡ്, താങ്ക് യു. ഇതെല്ലാം പെർസ്പെക്റ്റീവുകളാണ്, കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ട് ഇതിലെ ശരി തെറ്റോ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ വരുന്നില്ല.
ഇതെല്ലാം വഴികളാണ്. Is it possible to look at ourselves with the same objective eye with which we view others? യെസ്. നമുക്ക് വളരെ ഒബ്ജക്റ്റീവായിട്ട് മറ്റുള്ളവര്, ഇപ്പൊ എനിക്കത് പറ്റില്ല. കാരണം വെച്ചാൽ പലപ്പോഴും ഞാൻ അതിന് റിയൽ ആയിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും ചിന്തിക്കാവുന്നതാണ് എക്സാമ്പിൾ. അത് നമ്മൾ കൊച്ചുകുട്ടികളാണ്. എൻ്റെ ഇപ്പോ ഒരാൾ 11 വയസ്സ്, മറ്റൊരാൾ 8 വയസ്സ് കഴിഞ്ഞ് 9 വയസ്സിലേക്ക് കടക്കുന്നു. അപ്പൊ ഇതേ പ്രായത്തിലുള്ള കുട്ടി ആരെങ്കിലും തല്ലുകയോ അല്ലെങ്കിൽ അവര് വല്ലാതെ വഴക്ക് പറയുമോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറൊരു കുട്ടിയെ വേറൊരു അച്ഛനോ അമ്മയോ ചെയ്യുമ്പോഴത്തേക്ക് കാണുമ്പോൾ എനിക്ക് ചില സമയം ഭയങ്കര ഒരു ദേഷ്യമോ സങ്കടമോ അല്ല എന്തോ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് മാറി നിന്നിട്ടാണ് അതിനെ കാണുന്നത്. എന്നാൽ ഇതേ സംഭവം ഞാൻ എൻ്റെ കുട്ടികളോട് ചെയ്യുമ്പോൾ ഞാൻ ഇതേ തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നെ എക്സ്ക്യൂസ് ചെയ്യും. ഓ, ഞാൻ അടിച്ചതിന് കാരണമുണ്ട്. ഇത്തരത്തിലൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ഇതേപോലെ നമ്മൾ മറ്റൊരാൾ ചെയ്യുന്ന നമ്മൾ തെറ്റെന്ന് കരുതുന്ന അതേ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അവര് ചെയ്യുമ്പോഴും അതിന് കാരണം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ നമ്മള്. അല്ല, നമുക്ക് എന്താ അങ്ങനെ അവര് ചെയ്യുന്നത്? ഞാൻ ചോദിച്ച ഇത് സ്പെർ ഓഫ് എ മൊമെന്റ് ആണ്. നമ്മൾ ഇതൊരു കാര്യം കാണുകയാണ് പെട്ടെന്ന്. ചിലപ്പോ എന്തെങ്കിലും ഒരു സാഹചര്യത്തെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ജഡ്ജ്മെന്റ് ചെയ്യും. അത് ഇവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതേ കാര്യം നമ്മൾ ചെയ്താൽ നമ്മൾ അംഗീകരിക്കുമോ? നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ന്യായീകരിക്കാൻ നമുക്ക് കൂടുതൽ ടെൻഡൻസി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, ചിലപ്പോ ന്യായീകരിക്കുകയായിരിക്കും കൂടുതൽ ചെയ്യുക. നമ്മൾ കൂടുതൽ ന്യായീകരിക്കും. മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് അവരെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ലോജിക്. അങ്ങനെ മാറി നിന്ന് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ അവര് നമ്മളെ കാണുന്നത് പോലെ, അല്ലെ നമ്മൾ അവരെ കാണുന്ന പോലെ നമുക്ക് നമ്മളെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ചോദ്യം മനസ്സിലായോ? നമ്മൾ അവരെ എങ്ങനെയാ കാണുന്നത്? അതേ ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടെ, അതേ കണ്ണാടിയിലൂടെ, അല്ലെ അതേ ലെൻസിൽ കൂടെ നമുക്ക് നമ്മളെ കാണാൻ പറ്റും. കാണാമല്ലോ. സാറ് അവിടുന്ന് അവര് വഴക്ക് പറഞ്ഞപ്പോ ഇഷ്ടക്കേട് തോന്നി. പെട്ടെന്നുള്ള മൊമെന്റിൽ സാറിന്റെ പിള്ളേരെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ സാറ് ഓർക്കു അവര് വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നല്ലോ, അതുപോലെ ഞാൻ ചെയ്തത് ശരിയായില്ലല്ലോ എന്ന് സാറിന് വിചാരിക്കാമല്ലോ. അതെ, യെസ്, താങ്ക് യു സോ മച്ച്. നമ്മൾ അതൊരു പക്ഷെ എന്നാലും നമ്മൾ അവരെ തല്ലരുത് എന്നൊരു ഒരു സംഭവം നമുക്ക് അവിടെ ഇടാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്കൊരു റിഗ്രറ്റ് തോന്നുകയും കുട്ടിയെ റിഗ്രറ്റ് എപ്പോഴും ചെയ്ത് കഴിഞ്ഞാ തോന്നുന്നു. റിഗ്രറ്റ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാ തോന്നുന്നത്. ഓക്കെ, അത് ചെയ്യാതിരിക്കാനുള്ള കാരണം മറ്റേ ആള് ചെയ്യരുതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതെ സർ, അത് പതുക്കെ പതുക്കെ നമുക്ക് അങ്ങനെ ആകാൻ പറ്റും. യെസ്, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ആഫ്റ്റർ സം ടൈംസ് പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ആകും. അതെ, ഞാനിത് ജസ്റ്റ് നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഒരു അവയർനെസ്സിലേക്കുള്ള എനിയോഗ്രാം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു അവയർനെസ്സിന്റെ ഒരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഏതൊക്കെ തരത്തിൽ നമുക്ക് അവെയർ ആവാം എന്നുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ എന്റെ ഒരു വേർഷൻ ആണ്. വി ഓൾവേസ് തിങ്ക് ദാറ്റ് ഐ ആം ഓക്കെ. യെസ്, ഐ ആം ഓക്കെ. ദാറ്റ് ഈസ് ഓക്കെ ടു തിങ്ക് ദാറ്റ് ഐ ആം ഓക്കെ. ഇറ്റ് ഈസ് ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ ടു തിങ്ക് ഐ ആം ഓക്കെ. അപ്പൊ നമ്മൾ അതിലൊരു ക്രിട്ടിക്കൽ ഐ കൂടെ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓക്കെയാണ്, ഐ ആം ഓക്കെ, ആം ഐ ഡൂയിങ് ഇറ്റ് റൈറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അതിനുള്ള ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. അവയർനെസ് വരാൻ ഒരു ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമ്മൾ വസ്തുനിഷ്ഠം എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ. എനിക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാക്ട് മലയാളം വാക്ക് കിട്ടുന്നില്ല. നമുക്ക് വ്യക്തിനിഷ്ഠം എന്നും വസ്തുനിഷ്ഠം എന്നും തൽക്കാലം പറയാം. നമ്മൾ വ്യക്തിനിഷ്ഠമായിട്ട് നമ്മളെ കാണുന്നു, കാരണം വെച്ചാൽ എനിക്കത് ചെയ്യാം. വസ്തുനിഷ്ഠമായിട്ട് വേറൊരാളെ കാണുന്നു. അവിടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ പറയുന്നത്? ഉണ്ട് സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഇടയ്ക്ക് പറയാനുണ്ടെങ്കിൽ പറയണേ. എന്തെങ്കിലും ഞാനിതൊരു ശരിക്കും ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു താല്പര്യവും ആഗ്രഹവും. പറ്റുന്ന സമയത്തിനുള്ളിൽ തന്നെ മാക്സിമം ഇന്ററാക്റ്റീവ് ആയിട്ട്.
എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാമേ, ഇതുവരെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, നമ്മളൊരു പക്ഷേ പലരും കേട്ടിട്ടുള്ള ഒരാളാണ് കിയർകെഗോർ. കിയർകെഗോർ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ, we should become subjective towards others and objective towards ourselves. അതിപ്പോ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഇദ്ദേഹം പറഞ്ഞത്. ഫാദർ കിയർകെഗോർ എക്സിസ്റ്റൻഷ്യലിസത്തിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അസ്തിത്വവാദമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തെ. We should become objective towards ourselves. നമ്മൾ എങ്ങനെയാണോ മറ്റൊരാളെ കാണുന്നത് അതുപോലെ നമുക്ക് നമ്മളെ കാണാൻ കഴിയും. നമ്മൾ എങ്ങനെയാണോ നമ്മളെ കാണുന്നത് ആ ഒരു എംപതിയോടുകൂടി നമുക്ക് മറ്റുള്ളൊരാളെ കാണാൻ കഴിയും. എനിയഗ്രാം തന്ന ഏറ്റവും വലിയൊരു വെളിച്ചം ഇതാണ് എനിക്ക്. അത് ഞാൻ ഷെയർ ചെയ്യാം. ഇത് എനിയഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ തന്നെ അല്ല പറഞ്ഞത് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ രസം. We should empathize with others when we judge them, and we should see ourselves as they see us, others see us when we judge ourselves. ഈ ഒരു ഐഡിയ ായിട്ട് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? Okay. ഞാൻ അല്പം സമയം എടുക്കുകയാണ്, കാരണം വെച്ചാൽ ഈ ഒരു ഐഡിയയുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ കാണുന്നോ ആ കണ്ണോടുകൂടി നമുക്ക് നമ്മളെ, കാരണം ഇതൊരു പറയുമ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമായിട്ട് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എനിക്ക് ഉറപ്പാണ്, അത് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും അത്ര എളുപ്പമല്ല ഇത്. എളുപ്പമല്ലെങ്കിലും നമുക്ക് ശ്രമിച്ചാൽ സാധ്യമാണ്, ശ്രമിച്ചാൽ സാധ്യമാണ്. അതെ, സീയിങ് മീ ആസ് വാട്ട് ഐ റിയലി ആം നോട്ട്. അപ്പൊ നമ്മൾ ഇവിടെ വരുന്ന എനിയഗ്രാമിന്റെ ഒരു ഐഡിയയിലേക്ക് വരികയാണ്. ഈ എനിയഗ്രാം, ഫങ്ഷണൽ എനിയഗ്രാം, സ്ട്രക്ചറൽ എനിയഗ്രാം, ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എനിയഗ്രാം വഴികൾ, രണ്ട് വഴികൾ. ഇതിലെ ഫങ്ഷണൽ എനിയഗ്രാം സൈക്കോളജി, നമ്മൾ പോപ്പുലറായിട്ട് കേൾക്കുന്നതും പലപ്പോഴും പഠിക്കുന്നതും ഈ ഒരു സംഭവമാണ്, എനിയഗ്രാം സൈക്കോളജിയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. 9 തരം ടൈപ്പുകൾ, 27 തരം ടൈപ്പുകൾ, 3 വിഭാഗത്തിൽപ്പെട്ട ടൈപ്പുകൾ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ടൈപ്പോളജിക്കകത്ത് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സീയിങ് മീ ആസ് വാട്ട് ഐ ആം നോട്ട്. ടൈപ്പിന്റെ ഒരു ഐഡിയയിലേക്ക് നമ്മൾ വളരെ ഡെപ്തിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ടൈപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ആവിർഭാവം തന്നെ എന്നെ ഞാനല്ലാത്ത അവസ്ഥയിൽ കാണുക, അറിയുക എന്നൊരവസ്ഥയാണ്. കാണുക, നോക്കുക, രണ്ടും രണ്ടാണ്. ഞാൻ എന്നെ നോക്കുകയല്ല ചെയ്യുന്നത്, എന്നെ കാണുകയാണ് ചെയ്യുന്നത്. ഞാനല്ലാത്ത രീതി, കാരണം വളരെ അൺകോൺഷ്യസ് ആയിട്ട് നടക്കും. നോക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കോൺഷ്യസ് പ്രോസസ്സാണ്, അത് ഒബ്ജക്റ്റീവ് ആണ്. കാണുക എന്ന് പറയുമ്പോഴത്തേന് അൺകോൺഷ്യസ് ആണ്. അപ്പോ സീയിങ് മീ ആസ് വാട്ട് ഐ റിയലി ആം നോട്ട്, ഞാൻ എന്തല്ലയോ അതായിട്ട് എന്നെ കാണുക. നോട്ട് സീയിങ് മീ ആസ് വാട്ട് ഐ റിയലി ആം, ഞാൻ എന്താണോ അതായിട്ട് എന്നെ കാണാതിരിക്കാൻ ഉള്ളൊരു മൂടുപടം, ഒരു മാസ്ക്, ഒരു പെർസോണ, എനിയഗ്രാം ടൈപ്പ്. ഷോ മീ ടു ദ വേൾഡ്, ഇനി ഞാൻ എന്നെ പ്രസന്റ് ചെയ്യുന്നത്. ഷോ മീ ടു ദ വേൾഡ് ആസ് വാട്ട് ഐ ആം നോട്ട്, വാട്ട് ആം ഐ റിയലി നോട്ട്, ഞാൻ എന്തല്ലയോ അതായിട്ട് എന്നെ ലോകത്തേക്ക് കാണിക്കുക. ആൻഡ് ഡോണ്ട് ഷോ മീ ടു ദ വേൾഡ് ആസ് വാട്ട് ഐ റിയലി ആം, അതായത് എൻ്റെ ഷാഡോയിൽ ഉള്ള എന്നെ, യഥാർത്ഥമായിട്ടുള്ള എൻ്റെ ഞാൻ എന്ന് പറയുന്ന ആ എൻറ്റിറ്റീസിനെ പുറത്തേക്ക് തുറന്നു വിടാതെ, ഭൂതങ്ങളെ പുറത്തേക്ക് തുറന്നു വിടാതെ, മറ്റുള്ളവരെ കാണിക്കാതെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ഈ മാസ്കിന്റെ ജോലി. നമ്മൾ മാസ്ക് ധരിക്കുമ്പോൾ ആ മാസ്ക് എന്തിനെയോ ഷാഡോയിലാക്കുന്നു. മാസ്ക് എന്ന് പറയുന്ന ഒപ്പേക്കാണ്, ഗ്ലാസ് കൊണ്ടുള്ള മാസ്ക് ഒന്നും ഇല്ലല്ലോ. ആ മാസ്ക് ആണ് ഈ എനിയഗ്രാം ടൈപ്പ് എന്ന് പറയുന്നത്. ഈ മാസ്കിനുള്ളിൽ എന്തോ ഒന്ന് ഷെയ്ഡിലാവുന്നു. അതെന്താണ് എന്ന് നമ്മളൊരു അവയർനെസ്സിലേക്ക് വരികയാണ് എനിയഗ്രാം പഠിക്കുമ്പോൾ. ഒരു ആദ്യ സ്റ്റെപ്പ് എന്ന് പറയും വാട്ട് ഈസ് ബിഹൈൻഡ് ദ മാസ്ക്. നമ്മൾ മാസ്കിനെ പുറത്തുനിന്ന് കണ്ടോക്കെ ഇത് ഇവൻ ഈ ടൈപ്പാണ് ആ ടൈപ്പാണെന്ന് പറയുമ്പോഴുള്ള ആ ഒരു ഉപരിപ്ലവമായ പഠനത്തിനുപരി ആ മാസ്കിന് പുറകിൽ എന്താണ്, ഇവൻ എന്തല്ലയോ, അല്ലെ ഞാൻ എന്തല്ലേ. ഇതൊരു ആത്മാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിയഗ്രാം എന്നുള്ള ഈ ഒരു ശാസ്ത്രം, ഇതൊരു സ്യൂഡോ സയൻസ് ആണ്. ഇത് വളർന്നു വന്നിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു കഴിഞ്ഞ 100 വർഷത്തിന് മുമ്പ് വരെയെങ്കിലും.
നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഏതൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. സീയിങ് മീ ആസ് വാട്ട് ഐ ആം റിയലി. ഞാൻ എന്താണോ അതായിട്ട് എന്നെ കാണുക. അവിടെ സീയിങ് അല്ല, ലുക്കിംഗ് ആണ്. എനിക്ക് എന്നെ കാണാൻ കഴിയും. ഷോ ദ റിയൽ മീ ടു ദ വേൾഡ് ആസ് വാട്ട് ഐ ആം. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഞാനായി തന്നെ ലോകത്തേക്ക് കാട്ടിക്കൊടുക്കുക, അതിൽ ഒളിവും മറവും ഇല്ലാതെ. എനിയഗ്രാമിന്റെ ഒരു ഗോളിലേക്കാണ്, എൻ്റെ ഒരു പേഴ്സണൽ ഗോൾ. ഇത് അച്ചീവ് ചെയ്ത വ്യക്തി അല്ല ഞാൻ. ഈ ഒരു ഗോളിലേക്കാണ്, ഇതിലേക്കുള്ള യാത്രയാണ് എൻ്റെ എനിയഗ്രാം വഴി. എന്തെങ്കിലും ഒരു റിഫ്ലക്ഷൻ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത. മിക്കവാറും ആളുകൾ അവരവരുടെ റിയൽ ഫേസ് അല്ല സൊസൈറ്റിയിലേക്ക് ഇടുന്നത്. യെസ്, വീട്ടിലും സൊസൈറ്റിയിലും രണ്ട് തരത്തിലാണ് ആളുകൾ പെരുമാറുന്നത്. ആ മാസ്ക് ഉണ്ടാവും അല്ലെ, ഒരു മാസ്ക് അണിഞ്ഞിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. നമ്മൾ നല്ല വസ്ത്രം ധരിച്ചു പോകുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതിനെ ഒരു തെറ്റായിട്ടല്ല ഞാൻ അവതരിപ്പിച്ചത്. ഈ മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. മുഖത്തും ഉണ്ടാവും അത്, മുഖത്തുമുണ്ട്, സ്വഭാവത്തിലുണ്ടാവും, പെരുമാറ്റത്തിലുണ്ടാവും. യെസ്, വെരി ഗുഡ്, താങ്ക് യു. മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മാത്രമല്ല. അല്ല, each type is considered as negative. നെഗറ്റീവ് എന്നുള്ളതിൽ ഇത് നമ്മുടെ ആവശ്യമാണ്, ഇതൊരു റോളാണ്. Then we have to move towards other type. അതെ, ഫാദർ പള്ളിയിൽ പോകുമ്പോൾ കുപ്പായം അണിയുന്നു എന്ന് പറയുന്ന പോലെ ഒരു റോള്. ഞാനിപ്പോ ടീച്ചറാണ്, എന്റെ ജോലി അതാണ്. ടീച്ചിങ്ങിന് പോകുമ്പോൾ പണ്ടത്തെ കാലത്ത് തന്നെ ഒരു ചൂരലുമായിട്ട് പോകണം എന്നുള്ളതാണ് എന്റെ റോള്. ചൂരൽ തെറ്റോ ശരി എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഒരു ചോക്കുമായിട്ട് കൈ പോകണം എന്നുള്ളത്, അതാണ് എന്റെ ഐഡന്റിറ്റി. ഇതിൽ നെഗറ്റീവ് എന്നൊരു സംഭവം വരുന്നത് നമ്മൾ ഈ ഐഡന്റിറ്റിയിൽ കുടുങ്ങി പോകുമ്പോഴാണ് നെഗറ്റീവ്. ഇതിന് പുറമെ വേറൊരു റിയാലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോയി. ഐഡന്റിഫിക്കേഷൻ എന്നൊരു സാധനത്തിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവും. വേറൊരു ടൈപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണല്ലോ പെർഫെക്ഷൻ വരുന്നത്. അതെ, വേറൊരു റോള് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ റോളിൽ അങ്ങ് കുടുങ്ങിപ്പോകും, നമ്മൾ അതിന്റെ ചാമില് പെട്ടുപോകും. എനിയഗ്രാമിന്റെ ഒറിജിനെ കുറിച്ചും ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി അത് നമ്മൾ ഇവിടെ പറയുന്നില്ല. 4500 വർഷം മുമ്പെന്നാണ് പറയുന്നത്. നമുക്ക് അതിനെ ചലഞ്ച് ചെയ്യാം, കാരണം ഇങ്ങും എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക്, അതിന് ഇപ്പോ 2600 വർഷം മുമ്പായിരിക്കണം പൈതഗോറസ് ആണ് ഈ എനിയഗ്രാമിനെ ആ ഒരു ഫോം എന്ന നിലയിൽ. എനിയഗ്രാം എന്നൊരു പേരൊന്നുമില്ല, കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് 0 എന്ന് പറയുന്ന ഒരു സംഖ്യ ഇല്ലായിരുന്നു, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ 1 മുതൽ 9 വരെയാണ്. പിന്നെ പൈതഗോറസ് അദ്ദേഹത്തിന്റെ ടെക്ട്രാക്റ്റിസ് എന്ന് പറയട്ടെ, ഞാൻ ഇതിൽ കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ടെക്ട്രാക്റ്റിസിന്റെ ഒരു ഷേപ്പാണ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റണമെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുത്തിട്ട് എന്തോ നെഞ്ചോട് ചേർത്ത് വിളിച്ചാൽ മതി. യെസ് യെസ്, ഇതൊരു മാസ്ക് ആയാലേ ഉള്ളൂ, ഷാഡോ ഞാനാവണം എങ്കിലേ ഇത് കാണാൻ പറ്റും. അതെ, താങ്ക് യു. ഈ ഒരു ഷേപ്പ് അത്ര ക്ലിയർ ആയിരിക്കില്ല, എന്നാലും ഇതൊരു ത്രികോണം, ഇതിന്റെ നടുക്കൊരു പൂജ്യമുണ്ട്. കാരണം ഇത് എനിയഗ്രാമിന്റെ സ്റ്റോപ്പ് ഷെയർ ചെയ്താൽ ഒന്നും കൂടി കാണാം. എങ്ങനെ സ്റ്റോപ്പ് ഷെയർ ചെയ്താൽ? എനിക്ക് അത്രയും അതിന്റെ ഒരു ടെക്നോളജി അറിയില്ല, അതെന്താണ്. വേണ്ട. ഓക്കെ, താങ്ക് യു. ഏതായാലും ഒരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ. ഇത് ടെക്ട്രാക്റ്റിസ് എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. നമുക്ക് ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്, കേട്ടിട്ടുള്ള വ്യക്തിയാണ്. പൈതഗോറസ് എന്ന് പറയുമ്പോഴത്തേന് പൈതഗോറസ് തിയറമാണ് പെട്ടെന്ന് വരുന്നത്. അത് തന്നെ ഒരു ട്രയാങ്കിളാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. 3 സൈഡുകൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് അതിനെ കാണിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് ആ ബന്ധത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളത്. നമ്മുടെ എല്ലാ ജാമിതീയ രൂപങ്ങളും എന്തൊക്കെ എടുത്താൽ, കൺസ്ട്രക്ഷൻ എടുത്താൽ, പൈതഗോറസിനെ ഉപയോഗിക്കാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിലില്ല. അപ്പൊ അദ്ദേഹം ഒരു സ്പിരിച്വൽ ഗുരു കൂടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പൈതഗോറിയസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫോളോവേഴ്സ്, അദ്ദേഹത്തിന്റെ ഒരു മതം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോഴത്തേനും ഒരു അഭിപ്രായം അല്ലെ ഒരു സെക്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഈ കോസ്മോസിന്റെ ഒരു സിമ്പലായിട്ടാണ് ഈ ടെക്ട്രാക്റ്റിസിനെ അല്ലെ എനിയഗ്രാമിനെ ആദ്യം അവതരിപ്പിക്കും, നമ്മുടെ ഇന്നത്തെ എനിയഗ്രാം എന്ന് പേരുള്ള സംഭവത്തെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ്, അദ്ദേഹത്തിന്റെ അറബിക് ഫോളോവേഴ്സ്, അറബിക് ശിഷ്യഗണങ്ങളാണ് ഈ 1, 3, 7 ഇതിന്റെ ചില ഈ നമ്പറുകളുടെ ശരിക്കും പറഞ്ഞ ടൈപ്പുകളൊക്കെ ഉപരി നമ്മൾ ഈ സ്ട്രക്ചറൽ എനിയഗ്രാം പഠിക്കുമ്പോഴാണ് ഇത് വരുന്നത്.
ഈ നമ്പറുകൾക്ക് ചില പ്രത്യേകതയുണ്ട്. അത് നമുക്ക് ഈ ഒരു ക്ലാസ്സിന്റെ ഇതിൽ വരുന്ന അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നെ ഇത് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് ചെയ്യാവുന്ന ഒരു സൂഫിസത്തിലെ നക്ഷ്ബന്ദി ഓർഡറിൽ കൂടാണ് ആധുനിക ലോകത്തേക്ക് നമുക്ക് ഇതിന്റെ ഒരു എൻട്രി വരുന്നത്. പിന്നെ ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തില് ഈ എന്താ പറഞ്ഞ ഒരു 7 കാർഡിനൽ സിൻസ് എന്നൊക്കെ പറയുന്ന ഈ 7 കാർഡിനൽ സിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഷാഡോയിലുള്ള ഒരു സംഭവമാണ്, ബാക്ക് സൈഡിലുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് വികാരം, എന്താണ് പെട്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്തില്ലേ പോലും, പൂർണ്ണമായിട്ട് ശരിയായിട്ട് എക്സ്പ്രസ് ചെയ്തില്ലേ പോലും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു തട്ടലുണ്ടല്ലോ അവസാനം, അതിനെ കാർഡിനൽ സിൻസ് എന്ന് നമ്മൾ ഒരു ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തിൽ പറയുന്നു. ഒരു ഹിന്ദു പെർസ്പെക്റ്റീവ് പറയുമ്പോൾ തന്നെ അഷ്ടരാഗങ്ങൾ എന്ന് അതിനെ വിളിക്കുന്നു. ഇങ്ങനെ മതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സീക്രട്ട് സയൻസ് ആണ്, നിഗൂഢശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ മതങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് മെയിൻ സ്ട്രീം മതങ്ങളിൽ കൂടെ അല്ല, മതങ്ങൾക്കകത്തുള്ള ചെറിയ ചെറിയ സീക്രട്ട് ഗ്രൂപ്പുകളിൽ കൂടാണ് ഇത് ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് ഒറിജിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല. ജൂയിഷ് ട്രഡീഷനിലുള്ള കബാല ട്രീ ഓഫ് ലൈഫ് എന്നുള്ള ഒരു സംഭവത്തിൽ അതിൽ ഈ 9 ഫോൾഡഡ്നെസ് 9 ഒരു സംഭവമാണ് വരുന്നത്. ജ്യോതിഷം പഠിച്ചിട്ടുള്ളവർ, എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഒരുപക്ഷെ ജ്യോതിഷം പഠിച്ചിട്ടുള്ളവരുണ്ടാവും. ജ്യോതിഷം, ഇന്ത്യൻ ജ്യോതിഷം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏത് ജ്യോതിഷം, ഇന്ത്യൻ എന്നല്ല വെസ്റ്റേൺ ആയാലും, അതിന്റെ എന്താ പറയണ്ടേ ഒരു അപ്രോച്ച് എനിയോഗ്രാം പഠനത്തിന് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഒരു പരിധി വരെ. പിന്നെ അതും ഈ സ്റ്റാർ കോൺസ്റ്റലേഷന്റെ 9 ഗ്രഹങ്ങളെന്നും 27 നക്ഷത്ര സമൂഹങ്ങൾ, സ്റ്റാർ കോൺസ്റ്റലേഷൻസ് എന്നൊക്കെ ഉള്ളത് ശരിക്കും എനിയോഗ്രാമിന്റെ ഒരു പാരലാണ്, എനിയോഗ്രാമിന്റെ ഒരു മെറ്റഫർ പോലെ. എനിയോഗ്രാം അതിന്റെ ഒരു മെറ്റഫറായിട്ട് വേണേക്കാം. അപ്പൊ അങ്ങനെ പിന്നെ എനിയോഗ്രാം സൈക്കോളജി എടുത്ത് നോക്കുക, അന്നേ ഡാന്റെയുടെ ഡിവൈൻ കോമഡിയിൽ 9 തരം ക്യാരക്ടറുകളെ കുറിച്ച്, 9 തരം അവരുടെ ടൈപ്പ് അല്ലെ വേർഷൻസിനെ കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡിവൈൻ കോമഡി 4 വലിയ ബൃഹത്തായിട്ട് വോളിയമുള്ള ഒരു എന്താ പറയുക ഒരു എപ്പിക്കാണ്. അതിൻ്റെ അകത്ത് അദ്ദേഹം ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഇപ്പം ഒറിജിനൽ ഒരു എനിയോഗ്രാമിന്റെ ശരിക്കുള്ള ഒറിജിൻ ട്രേസ് ചെയ്യുമ്പോഴത്തേന് നമുക്കിത് വളരെ ടെക്ച്വലി ഒന്നും അത്ര എളുപ്പം കിട്ടുന്ന ഒരു സാധനമല്ല. കാരണം ഈ പേര് അധികം പുറത്തു വരാൻ സാധ്യതയില്ല. ഖ്വാജ ബഹാവുദ്ദീൻ നക്ഷ്ബന്ദ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്, നക്ഷ്ബന്ദ് ബുഖാരി. ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേന് ബഹാവുദ്ദീൻ ഷാ ഓഫ് ബൊക്കാറോ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് ഇവിടെ, ബുഖാര അല്ലെ ബൊക്കാറോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ. ഈ ഒരു കാലഘട്ടത്തിൽ 1318 ജനിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ്. ഇദ്ദേഹമാണ് ഈ നക്ഷ്ബന്ദി ഓർഡർ എന്ന് പറഞ്ഞൊരു സൂഫി ഓർഡറിന്റെ സ്ഥാപകൻ, ഫൗണ്ടർ ഇദ്ദേഹമാണ്. നക്ഷ്ബന്ദി എന്ന് പറഞ്ഞാൽ ഈ നമ്പറുകളെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഒരു എന്താ പറയണ്ടേ ധ്യാനമോ ധാരണയൊക്കെ ചെയ്യുന്ന നമ്പറുകളെ ബേസ് ചെയ്താണ്. അപ്പൊ ആ നമ്പർ എങ്ങനെ, ഈ നമ്പർ എങ്ങനെ, നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ നമ്പർ മെറ്റഫറാണ്. 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ടൈപ്പ് എന്ന് മനസ്സിലാക്കുന്നു, പക്ഷെ അവിടെ അത് യൂസ് ചെയ്തിരുന്ന നമ്പറുകളെ മെറ്റഫറായിട്ടാണ്. 1-ന് ഒരു അർത്ഥമുണ്ട്, 2-ന് വേറൊരു അർത്ഥമുണ്ട്, 3-ന് വേറൊരു അർത്ഥമുണ്ട്, 4-ന് വേറൊരു അർത്ഥം. അത് പല ട്രഡീഷൻസിൽ പാരലി നടക്കുന്നുണ്ട്. നമുക്കിത് ട്രേസ് ചെയ്യാൻ കിട്ടുന്ന ബുക്കുകളിൽ നിന്ന് അവിടെ ഇവിടുന്നതാണ്. ഇപ്പൊ ഈ ഒരു സംഭവത്തിനേക്കാൾ വളരെ വേഗമായിട്ടുള്ള റെപ്രസെന്റേഷൻസേ ഉള്ളൂ. ജെ ബെന്നറ്റ് എന്ന് പറഞ്ഞിട്ട് ഗുർജീഫിന്റെ ശിഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ആധുനിക യുഗത്തിലേക്ക് ഇതിനെ എനിയോഗ്രാമിനെ ഈ ഒരു ഷേപ്പിനെ ഡീകോഡ് ചെയ്തെടുത്ത വ്യക്തി ജോർജ് ഐവനോവിച്ച് ഗുർജീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഈസ്റ്റേൺ മിസ്റ്റിക് ആണ്, അർമീനിയൻ ഗ്രീക്ക് മിസ്റ്റിക് ആണ് ഇദ്ദേഹം. ഇതെല്ലാം പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള. അപ്പൊ ഇദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ്. അന്ന് ഇത് വളരെ ഹൈലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗുരുവാണ്. ഇദ്ദേഹത്തിൽ കൂടാണ് ഈ എനിയോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ ഡീകോഡ് ചെയ്ത ഇദ്ദേഹമാണ്. അപ്പൊ അതിനെ ഒരു മെറ്റഫർ ഫോർ പെർപെച്വൽ മോഷൻ. നമ്മളിപ്പോ പഠിക്കുന്ന എനിയോഗ്രാം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിയോഗ്രാം സൈക്കോളജി പഠിക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ അധികം വെളിച്ചം വീശുന്നില്ല. അതുകൊണ്ടാണ് എനിയോഗ്രാം വഴികളെന്ന് ഞാൻ പറയുന്നത്. സൈക്കോളജി പഠിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇതിൽ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു എനിയോഗ്രാം എന്ന് പറയുന്നത് മൂവിങ് എനിയോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവമാണ്, സ്റ്റാറ്റിക് എനിയോഗ്രാം അല്ല. മെറ്റഫർ ഓഫ് പെർപെച്വൽ മോഷൻ. ഇങ്ങനെ ഒരു ചിത്രമായിട്ട് നമുക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിത്രത്തിന് പിന്നിലൊരു ചരിത്രമുണ്ട്, അതൊരു ഇവന്റ് ആണ്. അതെന്ന് പറയുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിലുള്ള ഏതോ ഒരു സ്പേസിൽ നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോയാണ് ഈ എനിയോഗ്രാം എന്ന് പറയുന്നത്. ഇച്ചിരി കോംപ്ലക്സ് ആവുന്നുണ്ടെന്ന് തോന്നി, ഞാനത് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. ഒരു കോസ്മിക് റിയാലിറ്റി ഏകദേശം ഈ ഗുർജീഫ് ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ പൈതഗോറസിന്റെ ഒരു ഐഡിയോളജി, അദ്ദേഹത്തിന്റെ ഒരു ഐഡിയോളജി ഒരു മോഡേൺ സമൂഹത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഇതിനെ പല മതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാം. ഹോളി ട്രിനിറ്റി എന്നുള്ള ഐഡിയോളജി
പല മതങ്ങളിലും ഉള്ള അതിന്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ലോ ഓഫ് 3 ഒക്കെ ഇദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. നമുക്കത് നമ്മുടെ ഒരു ക്ലാസ്സിന്റെ ഇതിൽ വരാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നു. ഇന്നത്തെ എനിഗ്രാം സൈക്കോളജി നമ്മൾ അറിയപ്പെടുന്നത് ഓസ്കാർ ഇക്കാസു എന്നൊരാളിൽ നിന്നാണ്. അദ്ദേഹം 1968 ഒരു അരീക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം ചിലിയിലും പിന്നീട് അദ്ദേഹം അമേരിക്കയിലും സ്റ്റാർട്ട് ചെയ്ത് അവിടെ ധാരാളം ശിഷ്യന്മാർ, അവരുടെ ഒരു ഫോളോവേഴ്സ് ആയിട്ടാണ് നമ്മൾ എല്ലാ എനിഗ്രാം ഗുരുക്കളും വരുന്നത് ഇപ്പോൾ നിലവിലുള്ളത്. അദ്ദേഹത്തിന്റെ മേജറായിട്ടുള്ള ശിഷ്യഗണങ്ങളിൽ ഒരാളാണ് ക്ലൗഡിയോ നാരഞ്ചോ. അദ്ദേഹമാണ് ഇതിന് കൂടുതൽ എനിഗ്രാമിന്റെ കൂടുതൽ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ഇൻസ്റ്റിങ്ക്റ്റൽ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ അദ്ദേഹത്തിനെ ഒരു ഫൗണ്ടറിന്റെ രീതിയിലാണ് കാണുന്നത്. മോഡേൺ എനിഗ്രാം സൈക്കോളജിയുടെ ഫൗണ്ടർ എന്ന് പറയുമ്പോൾ ഓസ്കാർ ഇക്കാസോടൊപ്പം തന്നെ ഈ ക്ലൗഡിയോ നാരഞ്ചോയെ കാണുന്നുണ്ട്. അദ്ദേഹം അതേപോലെ തന്നെ ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്. ഫ്രിറ്റ്സ് പേളിൽ നിന്നും ജസ്റ്റാൾട്ട് സൈക്കോളജി ഒക്കെ നേരിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ ഒരു സൈക്കോളജിക്കൽ വേർഷൻ ഒരുപാട് ഡെവലപ്പ് ചെയ്തു. സൈക്കോളജിക്കൽ ആയിട്ടുള്ള അതിന്റെ ഒരു ആസ്പെക്റ്റിനെ കൊണ്ടുവന്ന ഇദ്ദേഹമാണ്, ക്ലൗഡിയോ നാരഞ്ചോ ആണ്. പിന്നെ ഇന്നത്തെ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. അവരെല്ലാം ഇൻട്രസ്റ്റിംഗ്ലി കൂടുതലും ഇന്ന് എനിഗ്രാം മേജർ ട്രെയിനേഴ്സ് എല്ലാം അമേരിക്കയിലാണ്. ഒറിജിന്റെ ഒരു ചെറിയ പിക്ചറാണിത്. എങ്ങനെയാണ് നമുക്ക് ഇവിടെ കേരളത്തിലേക്ക് ഇത് കൂടുതലും ഇന്ത്യയിലേക്ക് കൂടുതലും വന്ന് ജെസ്യൂട്ട് ഫാദേഴ്സ് വഴിയാണ്. ഇത് ശരിക്കും പോപ്പുലാരിറ്റി ഗ്ലോബിൽ ഉണ്ടായത് നല്ലൊരു ശതമാനം ജെസ്യൂട്ട് ഫാദേഴ്സിൽ കൂടെയാണ്. ഇതിന്റെ ഒരു വഴി ഇങ്ങനെ ജസ്റ്റ് ട്രേസ് ചെയ്തേക്കുന്നതാണിത്. ഇതിനു മുമ്പും ഉണ്ട്, 2500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ട്രേസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മളിവിടെ എനിഗ്രാം വേസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഉദ്ദേശിച്ച ഒരാൾക്ക് എനിഗ്രാം പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വഴികളാണ് എനിഗ്രാം എന്തിനൊക്കെ. നമ്മളൊരു ട്രെയിനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് കയറി കന്യാകുമാരിയിൽ നിന്ന് കയറി കാശ്മീർ വരെയുള്ള ട്രെയിനാണ്, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇറങ്ങാം. നമ്മുടെ ഓരോരുത്തരുടെയും എനിഗ്രാം പഠിക്കുന്നതിന്റെ പർപ്പസ് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഓരോരുത്തരും എനിഗ്രാം, പക്ഷെ ഒരിക്കലും നമുക്ക് എനിഗ്രാം പഠിക്കുക വഴി നമ്മൾ ഒരു എന്താ പറയണ്ടേ, ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. നമുക്ക് സ്വയം മെച്ചപ്പെടുത്തും. സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു തരുമോ അല്ലെ? സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ മാഡം നമുക്ക് അതിന്റെ ഒരു സ്കോപ്പ് നമുക്ക് ഇവിടെ ഇല്ല. ഇപ്പൊ നമുക്കത് ഞാൻ വേണേ ബുക്ക് സജസ്റ്റ് ചെയ്യാം, വായിക്കാൻ പറ്റുമോ അമ്പിളി മാഡം? സ്ട്രക്ചറൽ ഞാൻ ബുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇത് ആളുടെ പേര് എഴുതാം. ഈ പുസ്തകത്തെ സ്ട്രക്ചറിനെ കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി വളരെ കൺസൈസ് ആയിട്ട് പറയുന്ന ഒരു ബുക്കാണ്. അപ്പൊ അത് വായിക്കുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല, നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. ഞാൻ പറഞ്ഞൊരു തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യം കുറെ അധികം മനസ്സിലാക്കാൻ ഈ പുസ്തകം സഹായിക്കും. പിന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ ഗുർജീഫിന്റെ നേർ ശിഷ്യനായിട്ടുള്ള ഓസ്പെൻസ്കിയുടെ ഒരു ബുക്ക്, പക്ഷെ അത് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. ഇൻ സെർച്ച് ഓഫ് മിറാക്യുലസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പുസ്തകം, ഇത് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല. എന്ന് പറഞ്ഞാൽ കടുകട്ടി ഇംഗ്ലീഷ് ആയിട്ടല്ല, പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ദഹിക്കില്ല, നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ഓൾറെഡി ഉള്ള സാധനങ്ങളുമായിട്ട് ഇത് മാച്ച് ആവില്ല അത്ര എളുപ്പം. എങ്കിലും സ്ട്രക്ചറൽ എനിഗ്രാമിനെ കുറിച്ച് കുറെ മനസ്സിലാക്കാൻ, എനിഗ്രാം എന്നുള്ള വാക്ക് നിങ്ങൾ ചിലപ്പോൾ എങ്ങും കണ്ടില്ലെന്നൊക്കെ വരാം, പക്ഷെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയൊരു സംഭവമാണ്. എനിഗ്രാം നമ്മൾ ഇട്ടൊരു പേരാണ് പിൽക്കാലം. സ്ട്രക്ചറൽ വേഴ്സസ് ഫംഗ്ഷണൽ. ഫംഗ്ഷണൽ എനിഗ്രാം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന സൈക്കോളജി ടൈപ്പുകൾ. എനിഗ്രാം ഫിലോസഫി, ഇപ്പൊ നമ്മൾ മേട്രിക്സ് എന്ന് പറയുന്ന ഒരു മൂവി നമ്മൾ പണ്ട് മേട്രിക്സ് ഞാൻ ഉദ്ദേശിച്ച അതിന്റെ ആദ്യത്തെ സീരീസിലെ ആദ്യത്തെ മൂവി, അതിനെ നമുക്കൊരു ആക്ഷൻ മൂവി ആയിട്ട് കാണാം, പക്ഷെ അതിന് പിന്നിൽ ഒരു മേട്രിക്സ് ഫിലോസഫി ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ട് രീതിയിൽ, ഒരു എന്റർടൈൻമെന്റിനും നല്ലതാണ് മേട്രിക്സ്, അറ്റ് ദ സെയിം ടൈം അതിന്റെ പിന്നിൽ വളരെ ഡെപ്തിൽ ആഴത്തിലുള്ള ഒരു ഫിലോസഫി ഉണ്ട്. അത് നമുക്ക് അവനവനെ അറിയാൻ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്, ആ ഒരു ഇത്. പക്ഷെ ആ ഒരു രീതി നമ്മൾ കാണണം നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതി തന്നെ അപ്രോച്ച് ചെയ്യാം. ഒബ്ജക്റ്റീവ് വേഴ്സസ് സബ്ജക്റ്റീവ് എനിഗ്രാം. ഇപ്പൊ ഒബ്ജക്റ്റീവ് എനിഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിലേക്കുള്ളൊരു യാത്രയാണ്. സബ്ജക്റ്റീവ് എനിഗ്രാം പുറത്തേക്കുള്ളൊരു യാത്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കിയർക്കെഗോർ പറഞ്ഞ കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. നമ്മൾ മറ്റുള്ളവരെ കാണുന്ന കണ്ണുകളോടെ നമ്മളെ കാണാൻ സാധ്യമാക്കുന്ന ഒരു എനിഗ്രാം വഴിയാണ്
ഒബ്ജക്റ്റീവ് എനിഗ്രാം എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണ് ഈ പറഞ്ഞ? ഇത് എനിക്ക് വളരെ, കാരണം വെച്ചാൽ എന്റെ ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ ഇത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ട്. ഞാൻ എങ്ങനെ വേറൊരാളെ കാണുന്നു അതുപോലെ ഒബ്ജക്റ്റീവായിട്ട് എനിക്ക് എന്നെ കാണാൻ കഴിയും, അല്ലെ അവരെന്നെ എങ്ങനെ കാണുന്നു അതുപോലെ എനിക്ക് എന്നെ കാണാൻ കഴിയും. ആ ഒരു ലക്ഷ്യത്തോടെ ഞാൻ എനിഗ്രാം പഠിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അത് ഒബ്ജക്റ്റീവ് എനിഗ്രാം അല്ല. സബ്ജക്റ്റീവ് എനിഗ്രാം എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ നേരെ നമ്മൾ ആ ടൈപ്പിൽ പുറമേ ഉള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ അതിൽ നിന്ന് ഒരു ആഴത്തിലേക്ക് പോകാൻ നമ്മൾ താല്പര്യപ്പെട്ടെന്ന് വരില്ല. ഇന്നാൾ ഇന്ന ടൈപ്പാണ്, നമുക്കൊരു അത് കൂടുതൽ ഫങ്ഷണൽ പർപ്പസ് ആണ്. നമ്മളിപ്പോ ഒരു ജോലിക്ക് ഇന്നാളെ ഇന്ന ജോലിക്ക് കൊള്ളാം, അല്ലെ ഇന്നാളും തമ്മിൽ ചേർന്നാൽ നല്ലതാണ്. അതിന്റെ ഒരു ഫങ്ഷണൽ ലെവലിലാണ്. ഇത് വേറൊരു ലെവലിലാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ ഒരു മാഡം ചോദിച്ച പോലെ ട്രാൻസ്ഫോർമേഷൻ എന്നൊരു സംഭവം പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഇതിന്റെ ഒരു ആദ്യ പടിയാണ്. ശരിക്കും പറഞ്ഞ ട്രാൻസ്ഫോർമേഷന്റെ ഒരു കൂടിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എവല്യൂഷൻ ആണ്. ഈ ഭാഗം ഏകദേശം ക്ലിയർ ആയി. കാരണം എന്റെ ഒരു മേജർ ഉദ്ദേശം ക്ലാസ് ക്യൂരിയോസിറ്റി, കൊളാബറേറ്റീവ്, ക്രിയേറ്റിവിറ്റി, ഇതിനൊക്കെ ഇങ്ങനെ ഒരു 5 കമ്പോണൻസ് അല്ലേ സാറേ? അതിന് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് സാറിന് അത് പറയാൻ പറ്റത്തില്ല. നമുക്ക് ആ പുസ്തകം എനിക്ക് അത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല ഈ ഒരു ക്ലാസ്. പറ്റത്തില്ല സാർ. ഒബ്ജക്റ്റീവ് വേഴ്സസ് സബ്ജക്റ്റീവ്, നമുക്ക് അതിൽ നമുക്കും ചോയ്സ് ഉണ്ട് ഏത് വേണം. പിന്നെ മൂവിങ് എനിഗ്രാം നേരത്തെ പറഞ്ഞ ഗുർജീഫിന്റെ ഒരു മോഡലാണ്. ഗുർജീഫ് ഒരു ഏതാണ്ട് 256 ചിലപ്പോൾ അത് 1-2 കൂടുതലോ കുറവൊക്കെ ആയിരിക്കാം. അത്രത്തോളം മൂവ്മെന്റുകൾ, ഡാൻസ്, ഗുർജീഫ് ഡാൻസസ് എന്ന് പറയുന്നത്. ഈ മൂവ്മെന്റിൽ കൂടെ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ മുന്നേ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ സാധ്യമാക്കാം. അത്തരത്തിൽ മൂവിങ് എനിഗ്രാം എന്നുള്ളൊരു കൺസെപ്റ്റ്. അവിടെ എനിഗ്രാം എന്നുള്ള വാക്കുപോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല, നേരത്തെ പറഞ്ഞു. എനിയ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മുടെ എനിഗ്രാം സൈക്കോളജി. ഒരു ടൈപ്പിൽ കൂടെ ഉള്ള വഴികളുണ്ട് ട്രാൻസ്ഫോർമേഷൻ. അത് എനിയ ടൈപ്സിൽ, എനിഗ്രാം ടൈപ്സിൽ, ടൈപ്പോളജിയിൽ, അല്ലെ ഫങ്ഷണൽ എനിഗ്രാമിൽ നമ്മൾ അത് പഠിക്കുന്നു. ഈ ഇതാണ് എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം, ഇത്രയും വഴികൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ബോണസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന്. അപ്പൊ അതിൽ കുറെ എന്താ പറയുക, ഞാൻ വേണേൽ ഓടിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. സ്ട്രക്ചറൽ എനിഗ്രാമിൽ എന്ന് വെച്ചാൽ ഇതാണ് സ്ട്രക്ചർ. ഔട്ടർ സർക്കിൾ ഉണ്ട്. അത് ആ ഒരു സർക്കിൾ ഒരു ഹോൾനെസ്സിനെ അല്ലെ യൂണിറ്റി കാണിക്കുന്നത്. അതിനെ ഗുർജീഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ലോ ഓഫ് 1 എന്നാണ് വിളിക്കുന്നത്. ഇന്നർ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക്. അതാണ് പ്രാഥമിക ടൈപ്പുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. 3, 6, 9 ഇങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് ഈ ട്രയാങ്കിൾ സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ ലോ ഓഫ് 3 എന്നുള്ളൊരു സംഭവം, ഹോളി ട്രിനിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ മതങ്ങളിൽ കൂടെ, എല്ലാ മതങ്ങൾക്കും ഈ ഹോളി ട്രിനിറ്റി ഉണ്ടല്ലോ. അപ്പൊ ആ ഹോളി ട്രിനിറ്റി കൂടെ നമ്മൾ എന്തോ മനസ്സിലാക്കുന്നു. ആ ഒരു സംഭവത്തിന്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആഴത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് ഗുർജീഫ് ലോ ഓഫ് 3 കൂടെ എക്സ്പ്രസ് ചെയ്യും. പിന്നുള്ള ഒരു ഇറഗുലർ ഹെക്സഗൺ ശരിക്കും പറഞ്ഞ 6 പോയിന്റുകളാണ്. വളരെ ഇറഗുലർ ആണ്. അതിനൊരു സിമെട്രി ഒന്നുമില്ല. സിമെട്രി വേണേൽ നമുക്ക് ആരോപിക്കാം, പക്ഷെ അത് നമ്പർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഓർഡറിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ഓർഡർലെസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ലോ ഓഫ് 7 ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഡീകോഡ് ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഗുർജീഫാണ് ഇതിനെയൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ സ്ട്രക്ചറൽ എനിഗ്രാം എന്ന് പറഞ്ഞ ഗുർജീഫിന്റെ വഴികളാണ്. അത് അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു വഴിയല്ല, അത്ര എളുപ്പമുള്ള വഴിയുമല്ല അറ്റ് ദ സെയിം ടൈം. പിന്നെ ഫങ്ഷണൽ എനിഗ്രാമിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതലും സ്ട്രോങ് നമ്മൾ എനിഗ്രാമിന് ഒരു മാപ്പായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു GPS പോലെ. നമ്മളൊരു യാത്രയ്ക്ക് ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോവുക, GPS ഓൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്ത് പോകുന്നു. എങ്ങനെയാ പോകുന്നു? അത്തരത്തിലൊരു മാപ്പ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഈ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു മാപ്പാണ്. കുറച്ച് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു മാപ്പാണ് എനിഗ്രാം. അപ്പോൾ 9 തരത്തിലുള്ള പേഴ്സണാലിറ്റി ടൈപ്പുകളും അവരുടെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ബന്ധങ്ങളും. ബന്ധം എന്ന് പറയുമ്പോഴത്തേന് ഉദ്ദേശിച്ച ടൈപ്പുകൾ തമ്മിലുള്ള ബന്ധമല്ല, ആ നമ്പറുകൾ തമ്മിലുള്ള ബന്ധം, വളരെ സങ്കീർണമായ ബന്ധങ്ങളുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ബന്ധങ്ങൾ മനസ്സിലാക്കി ടൈപ്പുകളിൽ കൂടെ തന്നെ നമുക്ക് ഇവോൾവ് ചെയ്യാൻ, അല്ലെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു സാധ്യത ഫങ്ഷണൽ എനിഗ്രാമിലാണ്. അപ്പൊ ഇത് സൈക്കോളജിയാണ്. ഇതിൽ മെയിനായിട്ട് വരുന്ന എനിഗ്രാം സൈക്കോളജിയാണ്. അപ്പൊ ഇത് നമ്മൾ TA പഠിച്ച കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. TA പഠിക്കുന്ന സ്ക്രിപ്റ്റ് അനാലിസിസ്, സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു ഐഡിയോളജി അതുമായിട്ട് വളരെ മാച്ചിങ് ആണ്. അവിടെ പഠിക്കുന്ന ഈഗോ
ബൗണ്ടറീസ് ആയിക്കോട്ടെ, സർവൈവൽ സ്ട്രാറ്റജീസ്, കോപ്പിംഗ് സ്ട്രാറ്റജീസ്, ഇതെല്ലാം എനിയോഗ്രാമിൽ അതേപോലെ തന്നെ ഉണ്ട്. അല്പം വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ ലെൻസിൽ നോക്കി കാണുന്ന രീതി വ്യത്യാസമുണ്ട്. ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷണൽ അനാലിസിന്റെ ഒരു ഭാഗം, സ്ക്രിപ്റ്റ് അനാലിസിസ്. അവിടെയും സ്ട്രക്ചർ അനാലിസിസ് ഉണ്ട്. നമ്മളിവിടെ പഠിക്കുമ്പോഴത്തേന് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഞാനും TA സ്കൂളിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ ഒരു സ്വാധീനമുണ്ട് തീർച്ചയായിട്ടും. അപ്പോ ഇത് പഠിക്കുമ്പോഴും ഇതിന്റെ സ്ട്രക്ചർ, എനിയോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ത്, ഫംഗ്ഷൻ എന്ത്, അങ്ങനെയാണ് നമ്മൾ TA ഒരു അപ്രോച്ച്. എന്ത് പഠിക്കുമ്പോഴും അതിന്റെ സ്ട്രക്ചർ എന്ത്, ഫംഗ്ഷൻ എന്ത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ധർമ്മം, അതായത് അതിന്റെ ഘടന. ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ധർമ്മം. അപ്പൊ എനിയോഗ്രാം ഫിലോസഫിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്, സെപ്പറേഷൻ, ഐഡന്റിഫിക്കേഷൻ. ഞാൻ ഇതിലേക്ക് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള, അത് വേറൊരു ഡിസ്കഷനിലേക്ക് പോകുമെന്നല്ല, ഞാൻ സ്കിപ്പ് ചെയ്യാണ്. എനിയോഗ്രാം സൈക്കോളജി വളരെ രസകരമായിട്ടൊരു കാര്യം പറയുന്നത്, ഇല്യൂസറി മെഡിസിൻ ടു ക്യൂർ ആൻഡ് ഇല്യൂസറി ഡിസീസ് എന്നാണ് പറയുന്നത്. നമുക്കുള്ള ഒരു അസുഖം അത് ഇല്യൂസറിയാണ്, റിയൽ ആയിട്ടുള്ളതല്ല, ഒരു മായയാണ്. അതിനെ ക്യൂർ ചെയ്യാൻ ഒരു മായികമായിട്ടുള്ള ഒരു മെഡിസിനാണ് എനിയോഗ്രാം. എനിയോഗ്രാമിനെ നമ്മൾ തീർച്ചയായിട്ടും സൈക്കോളജിയിലും ഇതിനെ നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട്. സ്ട്രക്ചറിൽ പറയുന്ന പോലെ യൂണിവേഴ്സൽ മിറർ ആണ്. അപ്പൊ യൂണിവേഴ്സ് ഒരു മിറർ ഷാഡോ, ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, ഷാഡോ തിയറി, നമ്മൾ യുങ്ങിന്റെ തിയറി എനിയോഗ്രാം സൈക്കോളജി ഏറ്റവും നന്നായിട്ട് ചേർത്ത് വായിക്കാവുന്ന ഒരു സംഭവമാണ്. എനിയോഗ്രാം എന്ന് പറയുന്ന എനിയോഗ്രാം വഴി തിരഞ്ഞെടുത്താൽ ഷാഡോ ഇന്റഗ്രേഷന് പറ്റിയ നല്ലൊരു വഴിയാണ് എനിയോഗ്രാം. എനിയോഗ്രാം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വഴിയാണ്, ഒരു റോഡ് മാപ്പ് ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ എനിയോഗ്രാം അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തതിൽ എനിയോഗ്രാം പഠിക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ. അവിടെ നമ്മൾ ചിലപ്പോൾ ജസ്റ്റാൾ തെറാപ്പി, TA അല്ലെങ്കിൽ NLP, ഇങ്ങനെ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു ഇതെല്ലാം കൂടെ ചേരുന്ന, ഇതൊക്കെ ചേർക്കാവുന്ന ഒരു ജിക്സോ ആണ് എനിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേന് നമുക്ക് ഏകദേശം ചിത്രം തെളിഞ്ഞു വരും, ജസ്റ്റാൾട്ട് ഏകദേശം കംപ്ലീറ്റ് ആയി വരും. അതുകൊണ്ട് തന്നെ എനിയോഗ്രാം ഒരു യൂണിവേഴ്സൽ മിററായിട്ട് കാണും. ടൈപ്പോളജിയിൽ 9 ബേസിക് ടൈപ്പാണ്, അത് പലർക്കും അറിയാവുന്നതാണ്. ഞാൻ ഒരു കാര്യം എനിക്ക് കാണിക്കാനുള്ള, എനിയോഗ്രാം ടൈപ്പിംഗ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും എനിക്ക് പേഴ്സണലി സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ആദ്യം നമ്മൾ എനിയോഗ്രാം പഠിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് നമ്മൾ ടൈപ്പ് ഒക്കെ പഠിച്ചിട്ട് നമ്മളെ ഒരു കൂട്ടിൻ്റെ അകത്ത്, നമ്മുടെ ടൈപ്പ് ഏതാണോ ആ കൂട്ടിൻ്റെ അകത്ത് ഇടും. 2ന്റെ കൂട്ടിൽ, 3ന്റെ കൂട്ടിൽ, അല്ലെ 5ന്റെ കൂട്ടിൽ, 7ന്റെ കൂട്ടിൽ ഇട്ടിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിന് ന്യായീകരണമാക്കും. ഓക്കെ, ഞാനൊരു 3 ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. പക്ഷെ എനിയോഗ്രാം സൈക്കോളജിയിലും ഒബ്ജക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുകയല്ല, സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളെ ഒരു റോളായിട്ട്, ഒരു സിനിമയിലെ റോളായിട്ട് നമ്മൾ, ഇപ്പൊ മോഹൻലാൽ നാളെ മുതൽ ഞാൻ മംഗലശ്ശേരി നീലകണ്ഠനാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി മംഗലശ്ശേരി നീലകണ്ഠൻ കാണിക്കുന്ന എല്ലാം നാട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ മംഗലശ്ശേരി നീലകണ്ഠൻ അല്ല, അങ്ങനെ ആയിരുന്നു. ഞാൻ ഓൾറെഡി ഒരു ബോട്ടിലായിരുന്നു, അല്ലെ ഒരു ബോക്സിലായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് റാദർ ഉണ്ടാവേണ്ടത്. അപ്പൊ പഠനം ഔട്ട്സൈഡ് ഇൻ അല്ല, ഇൻസൈഡ് ഔട്ട് ആണ്. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വേറൊരു മിററാണ് നമ്മൾ കാണുന്ന എല്ലാവരും. അപ്പൊ നമ്മളെ പഠിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മിററാണ്, നമ്മുടെ മുഖം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു മിററാണ് ഓരോ വ്യക്തികളും, നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം. അപ്പൊ അവരെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കാന്ന് വെച്ചാൽ അത് നമ്മളെ പഠിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിരിക്കണം. ഇവിടെ യുങ്ങിന്റെ ഒരു ടൈപ്പോളജി പഠിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാന പ്രമാണമായിട്ട് വെക്കാവുന്ന യുങ് ഷാഡോ തിയറി യുങ്ങിന്റെ ആണ്, കാൾ യുങ്ങിന്റെ ആണ്. അദ്ദേഹത്തിന്റെ ഒരു സെന്റൻസ് എനിക്ക് വളരെ എന്നെ ലൈഫിൽ ലീഡ് ചെയ്തിട്ടുള്ളൊരു സാധനം, തിങ്കിങ് ഈസ് ഡിഫിക്കൽട്ട്, ദാറ്റ് ഈസ് വൈ മോസ്റ്റ് പീപ്പിൾ ജഡ്ജ്. നമ്മൾ ടൈപ്പായിട്ട് ജഡ്ജ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം തിങ്കിങ്, നമുക്ക് അതിന് വേണ്ട തിങ്കിങ് വളരെ കുറച്ച് മതി. അപ്പൊ നമ്മള് ഈ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്താ പറയണ്ടേ, ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയും, സ്കില്ലിന്റെ ഒരു ഇത്. അപ്പൊ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓമന ടീച്ചറിനെ എനിക്ക് കാണാം, ടീച്ചർ ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അല്ലെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ നമ്മൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. അപ്പൊ ഓരോ സ്കില്ലിനെ നമ്മൾ ഹൈറാർക്കിക്കായിട്ട് കാണുന്നു. അതിൽ എപ്പോഴും ജഡ്ജിങ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് സ്കില്ലായിട്ടാണ് പറയുന്നത്. അനാലിസിസ് ഇല്ലാതെ ജഡ്ജ് ചെയ്താൽ ആ ജഡ്ജ്മെന്റിന് അർത്ഥമില്ല. ഞാനിപ്പോ ഒരു സിനിമ കണ്ടിട്ട് വരിക, ആ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പക്ക ബോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ബയസ്ഡ് ആണ്. ജഡ്ജ്, നമുക്കറിയാം കോർട്ട് റൂമിൽ സംഭവിക്കുന്ന വാദം കഴിഞ്ഞിട്ടല്ലേ ജഡ്ജ്മെന്റ്. ആദ്യം ജഡ്ജ്മെന്റ് തുടങ്ങി പിന്നെ അതിനുശേഷം വാദം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ
ആദ്യം ജഡ്ജ് ചെയ്യാണ്. അവിടാണ് ഈ ബയസ്, നമ്മൾ ഈ ബയസിനെ തിരിച്ചറിയുക. അവിടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ആകേണ്ടത്, ഇമ്പോർട്ടൻസ്. ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സമയം ഏതാണ്ടായി എന്നതിനാൽ ടൈപ്പിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. ടൈപ്പിനെ കുറിച്ച് റസ് ഹഡ്സൺ പറയുന്ന, റസ് ഹഡ്സൺ വളരെ ലീഡിംഗ് ആയിട്ടുള്ളൊരു എനിയോഗ്രാം ഗുരുവാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ടൈപ്പ് ഈസിന്റെ ടൈപ്പ് ഓഫ് എ പേഴ്സൺ ബട്ട് എ പാത്ത് ടു ഗോഡ്. എനിയോഗ്രാമിന്റെ ഒരു വഴിയാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. എങ്ങോട്ടുള്ള വഴി? ദൈവത്തിലേക്കുള്ള വഴി, തിരിച്ചറിവിലേക്കുള്ള വഴി. ഈച്ച് നമ്പർ. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് എന്നുള്ള വാക്കിൽ നിന്ന് ടൈപ്പ് കാസ്റ്റിങ്ങിലേക്ക് പോവാതെ അതിൽ നിന്ന് പുറത്ത് വന്നൊരു നമ്പർ എന്നുള്ള ഒബ്ജക്റ്റിവിറ്റിയിലേക്ക് വന്ന ശേഷം അതിനെ ഒരു വഴിയായിട്ട് കാണുക. ഒരു വഴി. അപ്പോ 1000 വഴികളുണ്ട്, അതിൽ ഒരു വഴി മാത്രമാണ് ശരിയെന്നല്ല. ഈ വഴി നമുക്ക് പോകാൻ പറ്റും. ഈ വഴി പോയാൽ എങ്ങനെയിരിക്കും? അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയാ ഒബ്ജക്റ്റിവിറ്റി അവിടെ വരിക. ഈ വഴി പോകാം, എനിക്ക് ആ വഴി പോകാം. അതായത് പോസിബിലിറ്റീസ് തുറന്നു വരിക ആയിരിക്കാം എനിയോഗ്രാം ചെയ്യേണ്ടത്. അല്ലാതെ ഒരു നെസസിറ്റി, എന്താ പറയുക, പോസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും മലയാളത്തിൽ പറയുക സാധ്യതകൾ തുറന്നു വരണം. അല്ലാതെ നെസസിറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ആ ഒരു വാക്ക് കിട്ടുന്നില്ല എക്സാക്ട്ലി. നെസസിറ്റിക്ക് എന്താണ് നമ്മൾ പറയുക? ആവശ്യകത അല്ലെ ഒരു നിർബന്ധം. ആ ഒരു സംഭവത്തിലേക്ക് പോവാതെ, അതിലേക്ക് പോവാതെ, ഒരു നെസസിറ്റേഷനിലേക്ക് പോവാതെ ഇതേ പറ്റൂ, ഇതിങ്ങനെ ആയാലേ പറ്റൂ എന്നുള്ളതിൽ നിന്ന് മാറി ഇതിങ്ങനെയോ അങ്ങനെയോ ആ ഒരു ഒബ്ജക്റ്റീവ് ഒരു അപ്രോച്ച് നമുക്ക് കൊണ്ടുവരാൻ വിത്ത് അവയർനെസ് എനിയോഗ്രാമിന് സാധ്യമാണ്. വാട്ട് ക്രിയേറ്റ് പേഴ്സണാലിറ്റി ടൈപ്പ്? പേഴ്സണാലിറ്റി ടൈപ്പ് എന്താണെന്ന് നമ്മൾ അറിയണം. അത് ഈ ഒരു ക്ലാസിന്റെ ഈ ഒരു സെഷന്റെ ഒരു ഇതിൽ പെട്ടതല്ല. എങ്കിലും ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം പറയാം. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടായതാണ്? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മാസ്ക് ആണ്, പറയേണ്ട കാര്യമില്ല. അതിന്റെ ഒരു ഒറിജിൻ നമ്മൾ തേടിപ്പോയി കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ടെമ്പറമെന്റ്, ചിത്തവൃത്തി എന്നൊക്കെ പറയാം. വാസനകൾ, ചിത്തവൃത്തി, വാസനയിൽ നിന്നാണ് ചിത്രവൃത്തി ഉണ്ടാവുന്നത്. ചിത്തവൃത്തിയാണ് ശരിക്കും പേഴ്സണാലിറ്റിയുടെ പിന്നിലുള്ള സാധനം. തോമസ് ചെസ് ഇങ്ങനെ 2 പേര് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അവരെ എനിയോഗ്രാമായിട്ട് ഒരു ബന്ധവുമില്ല, 2 ബയോളജിസ്റ്റുകളാണ്. അവര് വളരെ എക്സ്റ്റെൻസീവായിട്ട് വളരെ ഡീപ്പായിട്ടൊരു റിസർച്ച് നടത്തി കുറേ വർഷങ്ങൾ. അപ്പൊ അവര് കുഞ്ഞുങ്ങളെ ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ സ്റ്റഡി ചെയ്ത് അവരുടെ ട്രെയ്റ്റ്സ് ഒക്കെ ഒബ്സർവ് ചെയ്തു. നമ്മളിപ്പോ ട്രെയ്റ്റ് എന്ന് പറയുമ്പോഴത്തെ ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഞാൻ വലത് കൈയാണ് എന്റെ പ്രെഫറൻസ്, ഇടത് കൈയല്ല എന്ന് പറയുന്നത് എന്റെ ഒരു ടിപ്പിക്കൽ പ്രെഫറൻസ് ഉണ്ട്. ആ ടിപ്പിക്കൽ പ്രെഫറൻസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ എന്താ പറയുക ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കും, നമ്മുടെ ചിത്തവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇങ്ങനെ 9 ചിത്തവൃത്തികൾ അവർ ഐഡന്റിഫൈ ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പിൽക്കാലത്ത് ഡോക്ടർ ഡേവിഡ് ഡാനിയൽസ്, അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഈ 9 ട്രെയ്റ്റുകളെ അല്ലെ 9 ടെമ്പറമെന്റുകളെ അദ്ദേഹം ഓരോ എനിയോഗ്രാം ടൈപ്പുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പൊ ഇത് ഓരോ ടെമ്പറമെന്റും ഓരോ ടൈപ്പുകൾക്ക് അടിസ്ഥാനമായി മാറും എന്നൊരു സംഭവത്തിലേക്ക് വന്നു. അപ്പൊ ഈ ടൈപ്പുകൾ എന്താണെന്ന് പഠിച്ചിട്ട് ടൈപ്പ് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ അതിനൊരു ഇതുണ്ടാവും. ഇതാണ് എനിയോഗ്രാമിന്റെ ഒരു സ്ട്രക്ചറിന് വിത്ത് നമ്പർ. ഇങ്ങനെ 9 ടൈപ്പുകൾ എന്ന് പറയും. അപ്പൊ 3 ട്രയാഡുകളിലായിട്ടാണ് അവരെ കാണുന്നത്. അപ്പൊ ആ ട്രയാഡുകൾക്ക് പിന്നെ ഷാഡോയിലുള്ളതാണ് ഈ ഷാഡോ പോലെ കാണിച്ചേക്കുന്നത്. ആങ്കർ ഒരു ഷാഡോയിലുള്ള ഷെയ്ഡിലുള്ളൊരു, അതിനെ പാഷൻ എന്നാണ് വിളിക്കുന്നത്. ഷെയിം മറ്റൊരു ഷാഡോ ആണ്. ഫിയർ. ഈ ഗ്രൂപ്പുകളുടെ ഓരോ ഗ്രൂപ്പിനും ഓരോ പാഷനുകളുണ്ട്. പാഷൻ എന്നുള്ള വാക്ക് പോസിറ്റീവ് അല്ലേ, പാസീവോ, ഒരു സഫറിങ് എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ ഒരു ക്രിസ്ത്യൻ മിസ്റ്റിസിസം വെച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ എളുപ്പമാണ്. ജീസസ് ക്രൈസ്റ്റിന്റെ സഫറിങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാം. സഫറിങ് വെച്ച് നമ്മൾ കടന്നു പോകേണ്ട, നമ്മൾ തരണം ചെയ്യേണ്ട ഒരു തടാകം അല്ലെങ്കിൽ ഒരു ജലാശയം, ആ രീതി നമുക്ക് കാണാം. ആങ്കറിനെ നമുക്ക് അങ്ങനെ തുഴഞ്ഞ് കടക്കേണ്ടി വരും. ഷെയിമിനെ നമുക്ക് അങ്ങനെ, ഫിയറിനെ നമുക്ക് അങ്ങനെ കടക്കേണ്ടി വരും. ഇതിനെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഞാനൊരു ക്ലോസ് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഈ ചോദ്യത്തിലേക്ക് വന്ന് ഞാൻ ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇപ്പോഴും ഈ ചോദ്യത്തിലേക്ക്, കാരണം ഇത് ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ചോദ്യം. എന്താണ് നമ്മുടെ കളർ? ഒരു കളറിനെ നമുക്ക് ഒരു ടൈപ്പുമായിട്ട് ബന്ധപ്പെടുത്തി കാണാം, ആനിമലിനെ ടൈപ്പുമായിട്ട് ബന്ധപ്പെടുത്തി, രാജ്യത്തെ ടൈപ്പുമായിട്ട് ബന്ധപ്പെടുത്തി കാണാം. മൂവി, ഈ ലോകം ഒരു സിനിമയാണെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സബ്ജക്റ്റീവ് ലോകത്താണ്. സബ്ജക്റ്റിവിറ്റിയുടെ ഒരു കടലിലെ മീനുകളാണ് നമ്മൾ ഓരോരുത്തർ. ആ മീനിന് സബ്ജക്റ്റിവിറ്റിക്ക് പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു പോകും, ചത്തുപോകും, എക്സിസ്റ്റൻസ് ഇല്ല. അപ്പൊ ഒബ്ജക്റ്റീവ് ആകുന്നത് എങ്ങനെയെന്നുള്ള വലിയ ചലഞ്ചാണ്. അപ്പോൾ അവിടെ
ഞാൻ അഗെയിൻ ഞാൻ നിർത്തുന്ന ഇവിടെയാണ്. ആർ യു സീക്കിംഗ് ആൻസേഴ്സ് ഓർ ക്വസ്റ്റ്യൻസ് വിത്ത് എനിഗ്രാം? നിങ്ങൾ ചോദ്യങ്ങളെയാണോ അതോ ഉത്തരങ്ങളെയാണോ നിങ്ങൾ തേടുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോ ഓവർ ടു യു ഫോർ എനി ക്വസ്റ്റ്യൻസ് ഓർ എനിത്തിങ്. സാറേ നമസ്കാരം സാറേ. എനിഗ്രാമിനകത്ത് ഇപ്പൊ 9 പേഴ്സണാലിറ്റി, അതിലെ എനിക്ക് 27 വരെ. പക്ഷെ നമുക്ക് ഇത്രയും എല്ലാം മനസ്സിലാക്കിയാലും എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, മതത്തെ സ്നേഹിക്കാം, പ്രകൃതിയെ സ്നേഹിക്കാം, എല്ലാം. പക്ഷെ എന്തുകൊണ്ടൊരു മനുഷ്യനുമായിട്ട് ഇതെല്ലാം പഠിച്ചാലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല? അതൊരു സംശയം അവശേഷിക്കുകയാണ്. കേൾക്കുന്നില്ല സാറ്. സാറ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. സോറി, അല്ല, സ്പോട്ട് ലൈറ്റ് റിമൂവ് ചെയ്തോ. ആ. എനിക്കിപ്പോ ആളെ കാണാൻ പറ്റും. ആരാണ് സംസാരിക്കുന്നതെന്ന്? ആരാണ് സംസാരിച്ച ആരാണ്? ഞാനാണ് സാറേ, അമ്പിളി ബാലചന്ദ്രൻ. ഓക്കെ, മനോഹരം. മാം പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഞാൻ- എനിഗ്രാമിലെ ഒരു മനുഷ്യന്റെ, പക്ഷെ ഒരു മനുഷ്യനെ എങ്ങനെ കൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടോ സാറേ? അതെ അതെ, ഞാനിങ്ങനെ ചോദിച്ചത്, കീരിയും പാമ്പും തമ്മിൽ പോലും ഇത്രയും വിദ്വേഷമല്ല. വിദ്വേഷമില്ല. അത് പറഞ്ഞ് നമുക്ക് ബാക്കി കാരണം എല്ലാ അതിന്റെ ഒരു മൃഗങ്ങളെ ഒരു സ്നേഹിക്കാം. ധർമ്മമാണ്. ആ. ഒരു മൃഗങ്ങളും തമ്മിലുള്ള സെയിം സ്പീഷീസ് ആയാലും ഡിഫറെന്റ് സ്പീഷീസ് ആയാലും ഇതുപോലെ മനുഷ്യനെ പോലെ പാരവെപ്പും. ആ. അതുകൊണ്ടാണ് അവർക്ക് സൈക്കോളജിസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ലാത്തത്. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൗൺസിലിംഗ് സാറേ എന്താ ഞാൻ കൗൺസിലിംഗ് അതെ അതെ, നമുക്കിത് വേണ്ടി വരുന്നത് നമുക്ക് കൗൺസിലിംഗ് വേണ്ടി വരുന്ന ഇവിടെയാണ്. ഈ ഒരു അവയർനെസിന്റെ ഒരു പ്രശ്നമാണ് എവിടെയോ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട്, സെപ്പറേഷൻ, ഐഡന്റിഫിക്കേഷൻ. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഈ സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് ഇതിന്റെ തുടക്കം. അത് വളരെ ഒരു ആത്മീയ തലത്തിലാണ് അതിനെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ സെപ്പറേഷൻ എവിടെ നിന്നുണ്ടായി? നമ്മൾ അവിടേക്ക് പോയി എവിടെ നിന്ന് ആ ഫസ്റ്റ് സെപ്പറേഷൻ ഉണ്ടാകും? ആ ഒന്നിൽ നിന്ന് രണ്ടായ ഒരു അവസ്ഥയാണ്. അവിടാണ് നമ്മൾ രണ്ടായിട്ട് നമ്മൾ സെപ്പറേഷന് ശേഷമാണ് നമ്മൾ ഈ ഐഡന്റിഫിക്കേഷൻ വരുന്നത്. ഞാനല്ലല്ലോ, നീയല്ലേ, നിനക്കല്ലേ അത് സംഭവിച്ചത്. അപ്പൊ നമുക്ക് ആ സിമ്പതിയിലേക്ക് വരും. എമ്പതി എന്നുള്ള സാധനം അവിടെ പോകും. നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വികാരമാണ് സിമ്പതി, എമ്പതി അല്ല. എന്തായാലും ഈ ദ്വിതത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്ക് പോകണമെന്നാണ് നമ്മൾക്ക് ഇതിനകത്ത് നല്ല ലാസ്റ്റ് അതാണോ വഴി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. വലിയ പ്രയാസമാണ് സാറേ. ഇപ്പൊ ഒരു 10 പേര് കൂടി ഇരുന്ന് നമ്മൾ സന്തോഷമായിട്ട് സംസാരിക്കാൻ നമ്മൾ കാര്യങ്ങൾ ഒരു വിഷയം വെച്ച് വരുമ്പോഴും ഏതെങ്കിലും ഒരാൾ, 1 or 2 പേരെങ്കിലും അതിൽ നിന്ന് വലിയ പാടാണ്. ഇത്രയും 9 27 കാര്യങ്ങൾ ഇതിനകത്ത് സ്ട്രക്ചറിനകത്ത് ഒക്കെ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചു, എത്ര ശ്രദ്ധിച്ചുകൊണ്ട് പോയെങ്കിൽ പോലും അവിടെയാണ് നമ്മുടെ ആ പേഴ്സണാലിറ്റി, ആ തിരിച്ചറിവ് നമുക്ക് എങ്ങനെ. മാം, ഞാൻ ഉത്തരവൊന്നും എനിഗ്രാമിന്റെ സെഷനില് എനിക്ക് ഉത്തരവൊന്നുമില്ല കേട്ടോ. ചോദ്യങ്ങൾ കേൾക്കുക, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതേ പറ്റൂ. കാരണം വേറൊരു ക്ലാസ്സിനെ പോലെ ഞാൻ അധ്യാപകനാണ്, ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവനാണെന്നൊന്നും ചിന്തയില്ല എനിഗ്രാം സെഷനിൽ ഇരിക്കുമ്പോൾ. കാരണം ചോദ്യങ്ങളാണ് എനിഗ്രാം തന്നെ നയിക്കുന്നത്. ചോദ്യങ്ങൾക്ക് മറുചോദ്യങ്ങളോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഉത്തരം കിട്ടിയോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നമ്മൾ ഈ ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വേറെന്തെങ്കിലും ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒക്കെ ഉണ്ടാവും? വേറെ ആർക്കെങ്കിലും ഇത് ചോദ്യങ്ങളുണ്ടോ ചോദിക്കാൻ? എനിഗ്രാം പഠിച്ചപ്പോ ഒന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കൊന്നും തലയിൽ കയറിയിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ മാഡം. എനിഗ്രാം ക്ലാസ്സുകളൊക്കെ പഠിച്ച ആളാണ്. ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. മാമിന് മാസ്ക് ഇല്ല കേട്ടോ, തുറന്നു പറഞ്ഞില്ലേ? സത്യമായിട്ടും എന്തൊക്കെയോ എനിഗ്രാം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഇത്തിരി പാടായിരുന്നു അതിങ്ങോട്ട് ദഹിക്കാനായിട്ട്. സോ ഐ ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ്. ഇത് അതിലും അതങ്ങ് വിട്ടുകൊടുത്തേക്ക്, അൺകോൺഷ്യസിന് വിട്ടുകൊടുത്തേക്ക്. അവിടെ കിടന്ന് ചെയ്യട്ടെ. ശരിയായ ആവശ്യം വരുമ്പോഴേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എന്നാലും സന്തോഷം. വേറൊരു കാര്യം പറയാൻ, ഇതേ ഉള്ളൂ നമ്മുടെ ലാസ്റ്റ്. ഇതിനകത്തെ
സലീന മാഡത്തിന്റെ ഇത് ഇതുണ്ടല്ലോ, പ്രസിഡൻഷ്യൽ അഡ്രസ് വിട്ടുപോയി. സാരില്ല അത്. അപ്പൊ ഇതിന് നന്ദി പറഞ്ഞ അവസ്ഥ. അല്ല അപ്പൊ ഓക്കെ, നന്ദി പറയാൻ എനിക്കാണോ? അല്ല, ഇതെല്ലാം കൂടി കൂട്ടി പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോ നമ്മുടെ നമ്മുടെ ജോസഫ് സാർ പോയോ? ഞാൻ നോക്കി, ജോസഫ് സാർ പോയി. ഓക്കെ. ജോസഫ് സാർ നമ്മുടെ എക്സ് പ്രസിഡന്റ്, നമ്മുടെ ട്രഷറർ പോൾ പടിയാട്ടി സാറ്, സൈജു നമ്മുടെ സെക്രട്ടറി, ഇന്നത്തെ അജിത് കുമാർ, ബാക്കി എല്ലാവരോടുമായിട്ട് എനിക്ക് ഈ ക്ലാസിന്റെ ഇത് എന്റെ ലെവലിന് ഇച്ചിരി മുകളിലായതുകൊണ്ട് നോ കമന്റ്സ് ഓൺ ദാറ്റ് എന്നുള്ള അവസ്ഥയാണ്. സത്യം പറഞ്ഞാല് ഞാൻ എഴുതാനൊക്കെ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, പക്ഷെ 2-3 സ്ക്രീൻഷോട്ടുകൾ മാത്രം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പിന്നെ ഇങ്ങനെ കേട്ട് പോവുക ചെയ്തത്. ബിക്കോസ് that is something I have not really gone deep into. That's why, not because of your class. It's because ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ല എന്നുള്ളത്. എന്തായാലും എനിയഗ്രാം ഒത്തിരി പേര് ഇതിനകത്ത് പഠിച്ചവരാണ്. ഓരോ ടൈപ്പും എന്താണെന്നൊക്കെ, അത് എങ്ങനെ വന്നു, അതിനകത്ത് എന്താണ് നമ്മൾ കാണേണ്ടത്, എന്താണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്ന് ആ ഒരു വഴികളെല്ലാം പറഞ്ഞു തരാൻ അജിത് സാറിന് പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്, ആൻഡ് താങ്ക് യു ഈച്ച് വൺ ഓഫ് യു. നമ്മുടെ സാറിന് റിസോഴ്സ് പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോൾ സാറ് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. വെൽക്കം പറഞ്ഞ സൈജു പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ കേൾക്കാൻ വന്ന എല്ലാവർക്കും എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനിയും പറയാം കേട്ടോ. നമ്മുടെ ഇത് പിരിച്ചു വിട്ടത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഈ ഇനിയഗ്രാം പഠിച്ചു കഴിഞ്ഞിട്ട് കത്തിക്ക് മൂർച്ച കൂട്ടുന്നത് പോലെ